ഗുഡ് ഈവനിങ് മാം. ആദ്യം തന്നെ ഓണാശംസകൾ. ഹാപ്പി ഓണം. ഹാപ്പി ഓണം മാം. മാം ഇന്ന് വയനാട്ടിൽ മാം എത്തിയിട്ട് 2 വർഷം കഴിഞ്ഞു. അതിനുശേഷം മാമിൻ്റെ 2ാം ഓണമാണ് ഇന്ന്. അപ്പോൾ ഈ ഓണ ദിനത്തിൽ കുറച്ച് ക്വസ്റ്റ്യനും ഞങ്ങൾക്ക് കുറച്ച് ചോദ്യങ്ങളും ഉത്തരങ്ങളൊക്കെ ആയിട്ട് കുറച്ച് നേരം മാമിൻ്റെ ഞങ്ങൾ കിട്ടിയാൽ നന്നായിരുന്നു. താങ്ക് യു. അപ്പം ആദ്യത്തത് മാം, വയനാട്ടിലേക്ക് വരുന്നതിന് മുമ്പ് മാം എവിടെയായിരുന്നു പോസ്റ്റിംഗ് ആൻഡ് എന്തൊക്കെ പ്രതീക്ഷകളായിട്ടായിരുന്നു മാം വയനാട് ചുരം കയറിയത്? ഞാൻ ബേസിക്കലി ഫ്രം കർണാടക. ഐ എം എ 2017 ബാച്ച് IAS ഓഫീസർ. കോഴിക്കോടിലായിരുന്നു ഫസ്റ്റ് ആദ്യത്തെ പോസ്റ്റിംഗ്. അത് കഴിഞ്ഞിട്ട് കാഞ്ഞങ്ങാട് സബ് കളക്ടർ ആയിരുന്നു. കണ്ണൂരിലെ DDC ആയി, അർലം ഫാമിൻ്റെ MD ആയി. ദെൻ അഗെയിൻ IG രജിസ്ട്രേഷൻ ട്രിവാൻഡ്രത്തിലായിരുന്നു. ട്രൈബൽ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഡയറക്ടറായിരുന്നു. ഫിഷറീസും പിന്നെ മൈനോറിറ്റി വെൽഫെയറിൻ്റെ കുറച്ച് സമയത്തേക്ക് ഡയറക്ടറായിരുന്നു. അതൊക്കെ കഴിഞ്ഞിട്ടാണ് വയനാട്ടിലോട്ട് കളക്ടറായിട്ട് വരുന്നത്. സോ ആദ്യം തന്നെ ബിക്കോസ് മലബാർ ഇസ് വെരി ഫെമിലിയർ ടു മീ ആൻഡ് വയനാടിൻ്റെ ഒരു പ്രത്യേകമായിട്ടുള്ളൊരു താല്പര്യം ഉണ്ടായിരുന്നു. പ്രോബ്ലി ബിക്കോസ് ഐ ഹവ് വർക്ക്ഡ് ഇൻ ട്രൈബൽ അഫെയർസ് ആൻഡ് ഓൾ ദോസ് തിങ്സ്. അങ്ങനെ പ്രോബ്ലി. സോ ആദ്യം തന്നെ പോസ്റ്റിംഗ് കേട്ടപ്പോൾ തന്നെ ഒരുപാട് സന്തോഷമായിരുന്നു ശരിക്കും. ഐ വാസ് ലൈക്ക് വെരി എക്സൈറ്റഡ് ടു കം ടു വയനാട്. ദെൻ ഇവിടെ വരുന്ന മുമ്പത്തെ ഫോർമർ ജില്ലാ കളക്ടർമാരെ കൂടെയൊക്കെ സംസാരിച്ചിട്ട് രേണു മാഡം, ഗീത മാഡം, നമ്മളെ അദില മാഡം, ദെൻ കേശവ് സർ, എല്ലാവരുടെ അടുത്ത ഐ ഹാഡ് എൻ ഇൻറ്ററാക്ഷൻ. ആൻഡ് ദെൻ വയനാടിന് വേണ്ടി ഒരു വിഷൻ ലിസ്റ്റിനെ കൂടെ ചിരം കയറിയതാണ്. എന്തൊക്കെയാണ് ചെയ്യേണ്ടതും കളക്ടറായിട്ട് ഇരുന്നപ്പോൾ പറഞ്ഞിട്ട് ഐ ഹാഡ് എ വിഷൻ ലിസ്റ്റ് വെൻ ഐ കെയിം ടു വയനാട്. I am super excited about my posting. Okay, ma'am, is the vision list still completed or is there anything എന്തെങ്കിലും ബാക്കിയുണ്ടോ vision ലിസ്റ്റിൽ? It's a work in progress. Okay ma'am, got it. But പരമാവധി ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. Got it. മാം, എനിക്ക് തോന്നുന്നു മാമിൻ്റെ കാലയളവിൽ ഏറ്റവും കൂടുതൽ അല്ലെങ്കിൽ മാമിന് ഫേസ് ചെയ്യേണ്ടി വന്ന ഒരു പെട്ടെന്നുള്ള ചാലഞ്ച് എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാൻ പോകുന്ന 2024 ലാൻഡ് സ്ലൈഡ് ആണ്. കാരണം മാം, എനിക്ക് തോന്നുന്നു മാം വന്ന് ഒരു മാസത്തിനുള്ളിൽ തന്നെയായിരുന്നു ആ ഒരു ഇൻസിഡൻറ്റ്. അതും പുതിയൊരു ജില്ല, പുതിയൊരു ടീം. സോ അന്നത്തെ ദിവസത്തെ ഒന്ന് മാം ഒന്ന് ഓർത്തെടുക്കാൻ പറ്റുമോ? ലൈക്ക് ഹൗ വാസ് ദ എൻ്റയർ ഡേ, ആ ഒരു ചെയിൻ ഓഫ് ഇവൻറ്റ്സ് മാം ഒന്ന്. അപ്പോൾ നമുക്ക് ഇത് നമ്മളെ ദുരന്തം സംഭവിക്കുന്നത് 29th ആണ്. ഞാൻ ജില്ലാ കളക്ടറായിട്ട് ചുമതല എടുക്കുന്നതും ജൂലൈ 10-നാണ്. ഐ വാസ് 19 days ഓൾഡ് കളക്ടർ. അപ്പോൾ ഇനി പുതിയതായിട്ട് താലൂക്കുകൾ എന്തൊക്കെയാണ്, പഞ്ചായത്ത് എന്തൊക്കെയാണ്, ആ പഠിച്ച് വരുന്ന ആ ഒരു സമയത്തിലായിരുന്നു. മോൺസൂണിൻ്റെ ഒരു തീക്ഷ്ണമായിട്ടുള്ള ഒരു പീക്ക് മോൺസൂൺ സമയം തന്നെയാണ്. ജൂലൈ നമുക്ക് ലാസ്റ്റ് ആകുമ്പോഴത്തേക്ക് നല്ല മഴ കിട്ടുന്ന ഒരു സമയമാണ് വയനാട്ടിൽ. സോ വി വർ ഫുള്ളി ഇൻ ടു മോൺസൂൺ റിലേറ്റഡ് ആക്ടിവിറ്റീസ്. സോ ആക്ച്വലി അന്നത്തെ ദിവസം നമുക്ക് ഫുഡ് പോയ്സണിങ്ങിൻ്റെ കുറച്ച് കേസസ് ഉണ്ടായിരുന്നു. സോ ഐ ഹാഡ് ഗോൺ ടു മാനന്തവാടി ടു വിസിറ്റ് ദ ഹോസ്പിറ്റൽ ആൻഡ് ദെൻ എൻഷുർ ദറ്റ് ചിൽഡ്രൻ ആർ സേഫ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ബാണാസുര സാഗർ ഡാം തുറക്കുന്ന സമയമായിരുന്നു. സോ അടുത്ത ദിവസം 6 മണിക്ക് നമുക്ക് ഡാം തുറക്കണം പറഞ്ഞിട്ട് അതിൻ്റെ പ്രിപ്പറേഷൻസ് നോക്കാൻ ബാണാസുര സാഗർ ഡാമിലോട്ട് എത്തി താഴത്തെ കാര്യങ്ങളൊക്കെ പരിചയപ്പെടുത്തിയിട്ട് എന്തൊക്കെയാണ് ഡൗൺ സ്ട്രീം, എവിടെ അപ് സ്ട്രീം എന്താണ്, ലെവൽസ് എന്താണൊക്കെ എല്ലാം നോക്കി ഓൺ ദ വേ ഒരു 7 o'clock ആകുമ്പോഴത്തേക്ക് ഐ ഹെൽഡ് എ റിവ്യൂ മീറ്റിംഗ് വിത്ത് മൈ തഹസിൽദാർസ്. അപ്പോൾ എവിടെ എന്തൊക്കെയാണ് ഇഷ്യൂസ് ഒന്നും, പിന്നെ ക്യാമ്പ്സ് എത്ര തുറന്നിട്ടുണ്ട്, ഇവാക്യുവേഷന് വേണ്ടി ആവശ്യമായിട്ടുള്ള നിർദ്ദേശങ്ങളൊക്കെ കൊടുത്തിട്ട് ഐ തിങ്ക് ഐ അറൗണ്ട് 8-8:30 ഞാൻ വീട്ടിൽ എത്തിയതേ ഉള്ളൂ. ഭക്ഷണം കഴിച്ചിട്ട് ഉറങ്ങുമ്പോഴാണ് നമുക്ക് ഇത് സംഭവിക്കുന്നത്. കൃത്യം എത്ര മണിക്കായിരുന്നു മാമിന് ആ ഇൻഫർമേഷൻ കിട്ടുന്നത്? അറൗണ്ട് 2 o'clock in the night. 2 o'clock. സോ ആഫ്റ്റർ ദാറ്റ്, കാരണം ആസ് എ ഒരു ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി എന്ന നിലയിലും ബീങ് എ ലീഡർ ഫോർ ദാറ്റ് ഡിസ്ട്രിക്ട്, വാട്ട് വാസ് ദ ഫസ്റ്റ് സ്റ്റെപ്പ് ദാറ്റ് യു ഹാഡ് ടേക്കൺ ഫ്രം ദാറ്റ് പോയിന്റ്? Immediately I got up and immediately I rushed to DOC. Okay. District Emergency Operations Center ഒന്ന് ആക്ടിവേറ്റ് ചെയ്തിട്ട് then I wanted to get a first hand information എന്തൊക്കെയാണ് സംഭവിച്ചത്. So by that time Honorable Chief Secretary of Kerala, ഹോണറബിൾ CM, നമ്മളെ ലോക്കലായിട്ടുള്ള MLA-മാരും ഡിസ്ട്രിക്ട് പഞ്ചായത്തും എല്ലാ ഭാരവാഹികളും ദേ സ്റ്റാർട്ടഡ് കോളിങ് മീ. സോ ആ സമയത്തിൽ വേണു സാറായിരുന്നു ചീഫ് സെക്രട്ടറി. അപ്പോൾ സാർ ചോദിച്ചത്, മേഘശ്രീ, ക്യാൻ യു അഷ്യൂർ മീ ദർ ഇസ് നോ ലോസ് ടു ലൈഫ്? But unfortunately I couldn't assure him. I told him, sir, at this point of time I cannot assure you. Then immediately നമ്മുടെ അടുത്തുള്ള റിസോഴ്സസ് നമ്മൾ മൊബിലൈസ് ചെയ്തു. Then another dilemma that I had was, അങ്ങോട്ട് പോകണോ ഇവിടെ നിന്നിട്ട് കാര്യങ്ങൾ നോക്കണോ? ബിക്കോസ് ആസ് എ ഹെഡ്, ആസ് എ ലീഡർ, യു വിൽ ഹാവ് ടു കോർഡിനേറ്റ് വിത്ത് എ ലോട്ട് ഓഫ് തിങ്സ് ബിക്കോസ് ഇറ്റ് ഇസ് സച്ച് എ ഹൈ സ്കെയിൽ ഡിസാസ്റ്റർ. അതിൻ്റെ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ്, റെസ്ക്യൂ ഓപ്പറേഷൻസ്, മറ്റുള്ള എല്ലാ കാര്യങ്ങളും ഏകോപനം ചെയ്യണമെങ്കിൽ നമുക്ക് ഇവിടെ ഇരിക്കണം. or how safe, or be in that ground. Yes, or be in the ground. How safe is that place to go? That also was a
ക്വസ്റ്റ്യൻ. That was too in the dark ആ സമയത്ത്. ആ സമയത്തിലെ അവിടെ എത്തിപ്പെടാനും ബുദ്ധിമുട്ടുണ്ടായിരുന്നു. വലിയ ട്രീസ് ഒക്കെ ഹാഡ് ഫോളൻ ഡൗൺ. സോ ഫസ്റ്റ് ഫ്രണ്ടിലെ NDRF പോയി അതൊക്കെ ക്ലിയർ ചെയ്യുമ്പോഴാണ് നമ്മൾ വണ്ടിക്ക് പോകാനുള്ള ഒരു ഇത് കിട്ടിയതും. സോ ബട്ട് ഐ റീച്ച് ദ പ്ലേസ് and took a decision to lead from the ground. I think that was well decision. Especially during this crisis time, like ഇപ്പോൾ വേറെ ഏതൊരു പ്രോഗ്രാം ആണെങ്കിൽ നമുക്ക് ഓൾറെഡി പ്ലാൻ ചെയ്യാം, ബട്ട് ഡ്യൂറിങ് ക്രൈസിസ് ടൈം ഇറ്റ് ഈസ് വെരി ഡിഫിക്കൽട്ട് ടു മേക്ക് എൻഷുർ ദാറ്റ് എവറി ഡിപ്പാർട്ട്മെന്റ് വർക്ക്സ് ടുഗെദർ. സോ ഹൗ വാസ് ദാറ്റ് കോർഡിനേഷൻ ഹാപ്പൻ? എങ്ങനെയായിരുന്നു ആ കോർഡിനേഷൻ മാം ചെയ്തിരുന്നത്? Somehow ആ സമയത്തിൽ നമുക്ക് തിങ്സ് കം ടുഗെദർ ആൻഡ് പീപ്പിൾ ഓൾസോ കം ടുഗെദർ. നമുക്ക് വേറെ രാഷ്ട്രീയങ്ങളില്ലാതെ മറ്റുള്ള എന്തൊരു ഇല്ലാതെ, അത് കേരളത്തിൻ്റെ പ്രത്യേകത എന്താണ് എനിക്ക് തോന്നുന്നത്. ബിക്കോസ് ഏറ്റവും ആദ്യമായിട്ട് റെസ്പോണ്ട് ചെയ്യുന്നതും നമ്മളെ ലോക്കലായിട്ടുള്ള ആൾക്കാർ തന്നെയാണ്. ദെൻ അഗെയിൻ ആഫ്റ്റർ ദാറ്റ് ദ വേ പീപ്പിൾ കം ടുഗെദർ, ദ കമ്മ്യൂണിറ്റി കംസ് ടുഗെദർ ടു ഹോൾഡ് ഈച്ച് അതർ അപ്പ് ഇസ് അമേസിങ്. ആൻഡ് അറ്റ് ദ സെയിം ടൈം ഡിപ്പാർട്ട്മെൻറ്റ്സ് ആണെങ്കിലും നല്ല രീതിയിലുള്ള ഒരു കോർഡിനേഷൻ നമുക്കിതിൽ ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു മാം ഈ കോർഡിനേഷൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാര്യം പറയേണ്ടത് ബെയിലി ബ്രിഡ്ജ് ആയിരുന്നു. കാരണം എനിക്ക് തോന്നുന്നു കേരളത്തിൽ മാത്രമല്ല ലോകത്തെല്ലാമുള്ള മലയാളികൾ ഉറ്റുനോക്കൊണ്ടിരിക്കുന്ന ബെയിലി പാലം ചെറിയൊരു സമയത്തിനുള്ള ആർമി പൂർത്തീകരിച്ചത്. അപ്പോൾ എങ്ങനെയായിരുന്നു അതിൻ്റെ ഒരു ഡിസിഷൻ ആൻഡ് പെട്ടെന്ന് ബെയിലി പാലം വേണം? ഹൗ വാസ് ദാറ്റ് കോർഡിനേഷൻ? അതിൽ നമുക്ക് മേജർ ചാലഞ്ച് വാസ് റീഇൻസ്റ്റേറ്റിംഗ് ദ ട്രാൻസ്പോർട്ടേഷൻ. ബിക്കോസ് ആ ഒരു 24 hours കൊണ്ട് പരമാവധി നമ്മൾ ആരൊക്കെ റെസ്ക്യൂ ചെയ്യാൻ പറ്റുമോ നമ്മളത് ചെയ്തിട്ടുണ്ടായിരുന്നു. ബട്ട് ഇനി നമുക്ക് ബോഡീസ് കണ്ടുപിടിക്കണമെങ്കിൽ ട്രാൻസ്പോർട്ടേഷൻ റീഇൻസ്റ്റേറ്റ് ചെയ്യുന്നതും വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമായിരുന്നു. സോ ഇമ്മീഡിയറ്റ്ലി നമ്മൾ ആർമീനടുത്ത് അപ്പീൽ ചെയ്യുമ്പോൾ അവരൊക്കെ റെക്കി ചെയ്തു. ദെൻ സാധനങ്ങളൊക്കെ ഫ്രം ഡെഹ്റാഡൂൺ ദേ ഹാഡ് ടു ഷിപ്പ്, എയറിലെ ഒരു കാർഗോയിലെ ഷിപ്പ് ചെയ്തു ബാംഗ്ലൂരിൽ. യെസ്. Then again after that നമ്മളൊരു പൈലറ്റ് വിട്ടിരുന്നു. സോ ഇറ്റ്സ് ലൈക്ക് തഹസിൽദാർ വിത്ത് പോലീസ് ആൻഡ് ആർമി സോ ദാറ്റ് ദേ വിൽ റീച്ച് ഇൻ റോക്കറ്റ് സ്പീഡ് ടു ദ ലൊക്കേഷൻ. സോ അങ്ങനെയാണ് നമ്മൾ അത്രയും സാധനങ്ങളും ആൾക്കാരിനെ കൊണ്ടുവന്നതും. ആൻഡ് റെസ്പോൺസ് ഫ്രം ദ ആർമി വാസ് അമേസിങ്. മദ്രാസ് എഞ്ചിനീയറിംഗ് ഗ്രൂപ്പാണ് ഇത് ചെയ്തത്. സോ റെക്കോർഡ് ടൈം ദേ വർ ഏബിൾ ടു കംപ്ലീറ്റ് ഇറ്റ് ആൻഡ് റീഇൻസ്റ്റേറ്റ് ദ ട്രാഫിക്. ആഫ്റ്റർ ദാറ്റ് നമുക്ക് ഫുൾ ഫ്ലെജ്ഡ് റെസ്ക്യൂ ഓപ്പറേഷൻസ് ചെയ്യാൻ സാധിച്ചു. ബിക്കോസ് വി വർ ഏബിൾ ടു മൂവ് ദ ഹെവി മെഷീനറി ടു ദ അതർ സൈഡ് ആൻഡ് സ്റ്റാർട്ട് ദ ഓപ്പറേഷൻസ്. മാം അതേപോലെ തന്നെ ഫസ്റ്റ് അവരെല്ലാവരും നമ്മൾ പിന്നെ ക്യാമ്പുകളിലേക്കായിരുന്നു, കുറേ ദിവസങ്ങളിൽ ക്യാമ്പുകൾ റൺ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഹൗ വാസ് ദ ക്യാമ്പ് മാനേജ്മെൻറ്റ് ഗോയിങ് ഓൺ ആൻഡ് എന്തൊക്കെ മാം പോയിരുന്നത്? വാട്ട് വാസ് ദ യുവർ എക്സ്പീരിയൻസ്? ബിക്കോസ് മാം വന്നിട്ട് ഇതുപോലെ പറഞ്ഞ പോലെ ഒരു 19 ദിവസം 20 ദിവസമായിട്ട് സമയമായിരുന്നു. സോ ഓൺ ഗ്രൗണ്ടിൽ മാം അവരായിട്ട് ഇൻട്രാക്ട് ചെയ്തപ്പോൾ ഉണ്ടായിരുന്ന ഒരു വാട്ട് വാസ് എക്സ്പീരിയൻസ് ദാറ്റ് വർ ഹാവിങ്? അപ്പോൾ ആ സമയത്തിൽ ബഹുമാനപ്പെട്ട കേരള സർക്കാർ വളരെ നല്ല രീതിയിലാണ് നമുക്ക് സപ്പോർട്ട് ചെയ്തത്. സോ ആയതുകൊണ്ട് സ്പെഷ്യൽ ഓഫീസേഴ്സിനെ ഇമ്മീഡിയറ്റ് ആയിട്ട് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്ക് സാംബ സർ എത്തി, കൗശികൻ സർ ലാൻഡ് റവന്യൂ കമ്മീഷണർ, റവന്യൂ സെക്രട്ടറിയുടെ ഒരു നല്ല രീതിയിലുള്ള ഒരു ഏകോപനം, KSDME എല്ലാവരുടെ ഒരു നല്ല രീതിയിലുള്ള സഹകരണം. ആൻഡ് ദെൻ വി ഗോട്ട് മെനി ഡെപ്യൂട്ടി കളക്ടേഴ്സ് ഓൾസോ പോസ്റ്റഡ് ടു വയനാട്. സോ ഈച്ച് വൺ ഓഫ് ദെം വർ പുട്ട് ഇൻ ചാർജ് ഓഫ് എ സ്പെസിഫിക് തിങ്. ക്യാമ്പ് മാനേജ്മെൻറ്റിനെ ഒരാളും, പിന്നെ ഹെൽത്തിനെ ഒരാളും, ബോഡി മാനേജ്മെൻറ്റിനെ ഒരാളും, ശ്രീധന്യ ആൻഡ് നമ്മൾ അസിസ്റ്റൻറ്റ് കളക്ടർ ഗൗതമാണ് അത് നോക്കിയതും. സോ ഈച്ച് പർട്ടിക്കുലർ ഓപ്പറേഷൻ വാസ് ഹെഡഡ് ബൈ എ പർട്ടിക്കുലർ സ്പെഷ്യൽ ഓഫീസർ. അതിൻ്റെ ഓവറോൾ കോർഡിനേഷൻ മാത്രമാണ് നമുക്ക് ചെയ്യാൻ വന്നത്. ആയതുകൊണ്ട് തന്നെ സിൻസ് ഇറ്റ് വാസ് ആൻഡ് വെരി സീനിയർ ലെവൽ വെരി ഡെഡിക്കേറ്റഡ് ഓഫീസേഴ്സ് ലൈക്ക് സാംബ സർ, കൗശികൻ സർ, പിന്നെ ക്യാബിനറ്റിൻ്റെ സബ് കമ്മിറ്റി ഇവിടെ ഉണ്ടായിരുന്നു. ഫുൾ ടൈം ഇവിടെ തന്നെയായിരുന്നു. അപ്പം 4-5 മന്ത്രിമാർ നമ്മളോടൊപ്പം തന്നെ ഒരു ഹൈ സ്വിംഗ് വാസ് വെരി ഫാസ്റ്റ്. സോ ഫസ്റ്റ് ഡേ വാസ് a little chaotic. Second day നമുക്ക് കുറേ കാര്യങ്ങൾ സ്ട്രീം ലൈൻ ചെയ്യാൻ സാധിച്ചു. Then it was like every day we will divide the tasks. Each of us will lead our individual tasks and then by evening we will sit together and discuss. എന്താണ് what went wrong, what went right, what can be improvised tomorrow, നാളത്തെ റെസ്ക്യൂ ഓപ്പറേഷന് ഇനി എന്തെങ്കിലും ആവശ്യമുണ്ടോ. സോ ക്യാബിനറ്റ് സബ് കമ്മിറ്റി നേരിട്ട് ഈ കാര്യങ്ങളൊക്കെ നോക്കും. ദെൻ അഗൈൻ ആർമിയിൽ നിന്നും നമുക്ക് ഇൻപുട്സ് തരും, NDRFൻ്റെ ഇൻപുട്സ് തരും. നാളെ നമുക്ക് ഇനി കഡവർ ഡോഗ്സ് വേണം, ഇനി സ്നിഫർ ഡോഗ്സിൻ്റെ ആവശ്യമുണ്ടോ. സോ ഇറ്റ് വാസ് വെരി വെൽ, വെരി സ്മൂത്ത്ലി കോർഡിനേറ്റഡ്. യെസ്, ഒരു വാർ റൂം തന്നെ ആയിരുന്നു.
സോ എല്ലാ സ്ഥലത്തും ഡിസാസ്റ്റർ കഴിഞ്ഞാൽ എൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കാര്യം എന്നുള്ളത് റീഹാബിലിറ്റേഷനാണ്. സോ ഐ തിങ്ക് വയനാട് ഈസ് വൺ ഓഫ് ദ ഡിസ്ട്രിക്ട് ഒരു മാതൃകാ ജില്ല എന്ന രീതിയിൽ നമുക്ക് പറയാൻ പറ്റും. കാരണം നമ്മൾ വിത്തിൻ ഒരു വൺ ഇയർ കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മളവിടെ റീഹാബിലിറ്റേഷൻ പ്രോഗ്രാംസ് എല്ലാം സ്റ്റാർട്ട് ചെയ്തു. ആൻഡ് ഓൾമോസ്റ്റ് വി ഗേവ് നമ്മൾ അവർക്ക് താക്കോൽദാനം കഴിഞ്ഞു. സോ ലാൻഡ്ഷിപ്പ് വയനാട് ടൗൺഷിപ്പ് പ്രൊജക്ടിൻ്റെ വാട്ട് വാസ് ദ മേജർ ചാലഞ്ചസ് ആൻഡ് എന്തൊക്കെയായിരുന്നു മാം അതിൻ്റെ ഒരു ആസ് എ ഒരു ടീം ലീഡർ, ഹൗ വാസ് ദാറ്റ് പ്രൊജക്ട്? നമുക്ക് റീഹാബിലിറ്റേഷൻ 2 ഘട്ടങ്ങളിലാണ് നമ്മൾ ചെയ്തത്. ഒന്നും ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ഇന്ററിം റിലീഫ്, പെർമനന്റ് ആയിട്ടുള്ള ഒരു റീഹാബിലിറ്റേഷൻ. ഇന്ററിം റിലീഫിലെ അത്രയും ഓൾമോസ്റ്റ് ഒരു 400 ഫാമിലീസിനെ നമ്മൾ മാറ്റിപ്പാർപ്പിക്കേണ്ടി വന്നു താത്കാലികമായിട്ട്. സോ ബിക്കോസ് അവരുടെ വീടുകളൊക്കെ എല്ലാം മുഴുവനായിട്ട് നാശനഷ്ടങ്ങൾ സംഭവിച്ചു. ഇനി അവിടെ പോയാൽ ദുരന്ത മേഖലയാണ്. സോ ഇമ്മീഡിയറ്റ്ലി ഓൾ ഓഫ് എ സഡൻ ഇൻ എ സ്മോൾ ടൗൺ ലൈക്ക് വയനാട് there was a demand for 400 houses. So we went on an appeal to people. വേണം ഒരു വാടക വീട്, ഇതായിരുന്നു നമ്മളെ ക്യാമ്പയിൻ. സോ നിങ്ങളുടെ അടുത്ത് ആരെങ്കിലും ഒരു വീടുണ്ടോ, ഓർ ഇസ് ദർ ഔട്ട് ഹൗസ്, ഓർ ഇസ് ദർ എ സ്മോൾ ഫെസിലിറ്റി വിച്ച് യു ക്യാൻ ലെൻഡ് ഔട്ട് ടു അവർ ഡിസാസ്റ്റർ അഫക്റ്റഡ് ഫാമിലീസ്. സോ ഇങ്ങനെ ജനപ്രതിനിധികളുടെ നല്ല രീതിയിലുള്ള പങ്കാളിത്തം നമുക്കിതിൽ കാണാം. ബിക്കോസ് ദർ ആർ ലൈക്ക് മൾട്ടിപ്പിൾ റീസൺസ്. നമുക്ക് ഒരാളിനെ കൊണ്ടുപോയിട്ട് ഇവിടെ മേപ്പാടിയിൽ നിന്നും ഒരാളിനെ പടിഞ്ഞാറത്തറയിലോ നമുക്ക് തിരുനെല്ലിയിലോ ഒരിക്കലും അത് പറ്റില്ല. ബിക്കോസ് after 15 days they have to come back to this area to continue their livelihood, children's education, schools-ഉം കാര്യങ്ങളൊക്കെ. സോ മേപ്പാടിൻ്റെ ചുട്ടിലായിരുന്നു നമ്മൾ ഫോക്കസ് ഏരിയ. സോ അവിടുത്തെ പഞ്ചായത്തിൻ്റെ ജനപ്രതിനിധികൾ, വാർഡ് മെമ്പേഴ്സ്, ദേ വെന്റ് ഓൺ എ ഹൗസ് ഹണ്ട്. സോ എല്ലാ ദിവസം രാവിലെ 6 മണിയാകുമ്പോഴത്തേക്ക് അവരുടെ വണ്ടിയൊക്കെ പിടിച്ചിട്ട് അവർ പോവും, വീടുകൾ കണ്ടെത്തും. കണ്ടെത്തിയ വീടുകൾ നമ്മൾ വലിയ ഷീറ്റ്സിലെ അത് പ്രിൻ്റ് എടുത്തിട്ട് ഓണറിൻ്റെ പേരും മൊബൈൽ നമ്പറും പിന്നെ ആ വീടിൻ്റെ അഡ്രസ്സും എത്രയാണ് ഇതും പറഞ്ഞിട്ട് ഡീറ്റെയിൽസ് ഒക്കെ നമ്മളത് ഒട്ടിക്കും ക്യാമ്പില്. People can come and select. They started calling out to them directly, or we set up a call center. So through us also they started talking to them. Then we would again appeal to them. ചേച്ചി 12,000 ഒന്നും തരാൻ പറ്റില്ല, 6,000 rupees ആണ് നമുക്ക് സർക്കാരിൽ നിന്നും തീരുമാനിച്ചിട്ട് കിട്ടിയിരിക്കുന്നതും, അതിലൊന്നും തരണം ചേച്ചി പറഞ്ഞിട്ട് ലൈക്ക് ജനപ്രതിനിധികൾ അവരെ കൂടെ നെഗോസിയേഷൻ ചെയ്തു. അഡ്വാൻസ് എമൗണ്ട് ഇല്ലാതെ നമുക്ക് വീടുകൾ തന്നു. സോ വളരെ നല്ല രീതിയിലുള്ള ഒരു പ്രതികരണം നമുക്ക് ഫ്രം ദ പബ്ലിക് ഓൾസോ, ഫ്രം ദ പബ്ലിക് റെപ്രസെൻറ്റേറ്റീവ്സ് ഓൾസോ നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമ്മൾ ന്യൂസിലെല്ലാം കണ്ട് വാടക വീടുകൾ റെഡിയായെന്ന് മാത്രമേ ഉള്ളൂ, ബട്ട് ദ സ്റ്റോറി ഇങ്ങനെ ഇതിനൊരു കഥ പുറകിലുണ്ട് എന്നുള്ള ആദ്യമായിട്ടാണ് പറയുന്നത്. അതല്ലാതെ നമുക്ക് ഗവൺമെന്റിന്റെ ക്വാർട്ടേഴ്സും നമുക്ക് ഒരുപാട് നമ്മൾ ശരിയാക്കി എടുത്തു. ആൻഡ് ദെൻ അതിലെ ഒറ്റപ്പെട്ട കുടുംബത്തിന് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കൊരു ആദ്യത്തെ പരിഗണന നമ്മൾ ഗവൺമെന്റിന്റെ ക്വാർട്ടേഴ്സിൽ നമ്മൾ കൊടുത്തു. ഒറ്റപ്പെട്ട സ്ത്രീകളും കുട്ടികളുള്ള വീടുകളും അങ്ങനെ എന്തെങ്കിലും സ്പെഷ്യൽ നീഡുന്ന ആൾക്കാരെ നമ്മൾ അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തു. ആൻഡ് സെക്കൻഡ് ലോങ് ടേമിലാണ് നമ്മുടെ ഒരു റീഹാബിലിറ്റേഷൻ പ്രോസസ്, എസ്പെഷ്യലി വയനാട് ടൗൺഷിപ്പ്. അപ്പോൾ അതിൻ്റെ സ്ഥലം ഏറ്റെടുക്കാൻ ഇതുപോലെ നമുക്ക് കുറേ ചാലഞ്ചസ് ഉണ്ടായിരുന്നു. ആൻഡ് പിന്നെ കൺസ്ട്രക്ഷൻ ഇറ്റ് കംസ് ചാലഞ്ചസ്. ആൻഡ് എസ്പെഷ്യലി ഒരു വയനാട് പോലെ ഒരു ജില്ലയിൽ നമുക്ക് ഇതുപോലെ അത്രയും ഒരു കൂടിയൊരു സ്ഥലം കിട്ടാന്നുള്ളതൊരു ചാലഞ്ചിങ് തന്നെയായിരുന്നു. സോ അതെങ്ങനെയായിരുന്നു മാം നമ്മൾ ആസ് എ ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷൻ എങ്ങനെയായിരുന്നു അത് ഓവർകം ചെയ്തിരുന്നത്? വയനാട് വളരെ കോംപ്ലെക്സ് ആയിട്ടുള്ള ലാൻഡ് ഇഷ്യൂസ് ഉള്ള ഒരു ജില്ലയാണ്. നമുക്ക് മറ്റുള്ള ജില്ലകളെ പോലെ ഇഷ്ടം പോലെ ഇവിടെ റവന്യൂ ലാൻഡ് ഇല്ല. സോ ഭൂമി കിട്ടുന്നത് തന്നെ ഒരു പ്രയാസമായിട്ടുള്ള ഒരു ഇഷ്യൂ ആണ്. സോ ഓൾ ഓഫ് എ സഡൻ ഇത്രയും വലിയ ഒരു എക്സ്റ്റെൻറ്റ് നമുക്ക് എടുക്കുന്നതും വാസ് എ വെരി ബിഗ് ചാലഞ്ച് ഇൻ ഫ്രണ്ട് ഓഫ് അസ്. അപ്പോൾ സർവേ ഡയറക്ടറിൻ്റെ നേതൃത്വത്തിൽ സാംബസറായിരുന്നു ഡയറക്ടർ ആ സമയത്തിൽ. അപ്പോൾ ഒരു സ്പെഷ്യൽ ടീമിനെ രൂപീകരിച്ചിട്ട് സർ തന്നെ പേഴ്സണൽ ഇൻട്രസ്റ്റ് എടുത്തിട്ട് ദേ സ്റ്റാർട്ടഡ് ഫൈൻഡിങ് ലാൻഡ്സ്. അവിടുത്തെ ആൾക്കാരിനെ ഒരു ആ സമയത്തിലുള്ള ഡിമാൻഡ് മേപ്പാടി അടുത്തായിരിക്കണം. സോ ദെൻ വി ഐഡൻറ്റിഫൈഡ് നെടുമ്പാല എസ്റ്റേറ്റ്, അങ്ങനെയുള്ള ചില മേഖലകൾ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് അത് വീണ്ടും ബിക്കോസ് ദുരന്തബാധിതരെ കൊണ്ടുപോയിട്ട് വീണ്ടും ഒരു ദുരന്ത മേഖലയിൽ നമുക്ക് വെക്കാൻ പറ്റൂല. ദെൻ ഒരു വിദഗ്ധ സമിതി സർക്കാരിൽ നിന്ന് വന്നിട്ട് ഇത് ദുരന്ത മേഖലയാണോ പരിശോധിച്ചിട്ട് ഒരു റിപ്പോർട്ട് നമ്മൾ സർക്കാരിന് മുമ്പിൽ അവതരിപ്പിച്ചു. അപ്പോൾ അതിനുശേഷമാണ് നമുക്ക് നെടുമ്പാലയും എൽസ്റ്റൺ എസ്റ്റേറ്റ് എടുക്കാൻ നമ്മൾ തീരുമാനിച്ചതും. അപ്പോൾ ഇത് ഫൈനൽ ആക്കുന്ന മുമ്പേ ഒരു പബ്ലിക് കൺസൾട്ടേഷൻ നമ്മൾ എടുത്തു. എങ്ങനെ വേണം നിങ്ങൾക്ക് റീഹാബിലിറ്റേഷൻ? വീടാണോ വേണ്ടത്, പൈസയാണോ വേണ്ടത്, വീടാണെങ്കിൽ എങ്ങനെ ആയിരിക്കണം, എവിടെ ആയിരിക്കണം? സോ ഇതുപോലെ ഒരു പബ്ലിക് കൺസൾട്ടേഷൻ എവിടെയെങ്കിലും നടത്തത് എനിക്ക് അറിയില്ല. നോർമലി എല്ലാവരും ഗവൺമെന്റ് വീട് വെക്കും, അവര് അതെ they will be forced to accept whatever the government gives. ഇവിടെ അങ്ങനെയല്ല, ഇറ്റ് ഈസ് എ ഡിമാൻഡ് ഡ്രിവൺ പ്രോജക്ട് കംപ്ലീറ്റ്ലി.
അവരാണ് നമുക്ക് പറഞ്ഞത് നമുക്ക് ഇവിടെ കൽപ്പറ്റയിലെ മതി, നെടുമ്പാലയിലെ മതി. സോ 2 ഓപ്ഷൻസ് നമ്മൾ കൊടുത്തു. പിന്നെ ഫൈനലി വി സീറോ ഡൗൺ ഓൺ എൽസ്റ്റൺ എസ്റ്റേറ്റ്. യെസ്, ആൻഡ് എൽസ്റ്റൺ എസ്റ്റേറ്റ് ഓൾസോ നമുക്ക് കുറേ കോടതി കാര്യത്തിലേക്ക് കുറേ ലീഗൽ ഇഷ്യൂസ് ഒക്കെ നമുക്കെല്ലാം ഉണ്ടായിരുന്നു. ആൻഡ് ഒരു വൈകുന്നേരം ഇങ്ങനെ ഓഫീസിൽ ഇരുന്നിട്ട് വെൻ ഐ വാസ് സിറ്റിംഗ് ആൻഡ് വർക്കിംഗ്, ആ സമയത്തിലാണ് കോടതിയിൽ നിന്നും വിളി വരുന്നത്. വന്നിട്ട് നമ്മളത് ലിഫ്റ്റ് ചെയ്യാൻ പോവുകയാണ്, നിങ്ങൾ ഇമ്മീഡിയറ്റ് ആയിട്ട് ലാൻഡ് ടേക്ക് ഓവർ ചെയ്തോളൂ. ഒരു 7 മണിയാകുമ്പോഴത്തേക്കാണ്. സോ ബൈ 12 o'clock നമ്മൾ ലാൻഡ് ടേക്ക് ഓവർ ചെയ്തു. ടേക്ക് ഓവർ ചെയ്തിട്ട് അടുത്ത ദിവസം 6 മണിക്ക് അവിടെ JCB വെച്ചിട്ട് നമ്മൾ പണിയും തുടങ്ങി. ആൻഡ് ആഫ്റ്റർ ദാറ്റ് ഫുൾ ഫ്ലെഡ്ജ്ഡ് ഇംപ്ലിമെന്റേഷനിലേക്ക് നമുക്ക്. ഓക്കെ, അതായിരുന്നു എനിക്ക് തോന്നുന്നു ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ടായിരുന്നു, രാത്രി 11 മണിക്ക് കളക്ടറും സബ് കളക്ടർ എല്ലാവരും ടീമായിട്ട് പോയിട്ട് അവിടെ നോട്ടീസ് ഒട്ടിക്കുന്നത്. സോ അത് കഴിഞ്ഞിട്ട് എനിക്ക് തോന്നുന്നു ടൗൺഷിപ്പ് പൂർത്തീകരിച്ചു. ആൻഡ് ആ സമയത്ത് മാമിൻ്റെ ഒരു ഇതെന്തായിരുന്നു? കാരണം ഇറ്റ് ഹാസ് ബീൻ എ ലോങ് ജേണി. ഒരു 1 year നമുക്ക് ചെയ്തു. ആൻഡ് എവരി വൺ വാസ് വെയിറ്റിംഗ് ഫോർ ദാറ്റ്. ആ ഒരു മൊമെന്റിന് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. ആൻഡ് ഹൗ വാസ് യുവർ എക്സ്പീരിയൻസ് ഡ്യൂറിംഗ് ദാറ്റ് ടൈം? ഗവൺമെന്റിന്റെ ഒരു ഇത് പ്രയോറിറ്റി പ്രോജക്റ്റ് തന്നെയായിരുന്നു. ബഹുമാനപ്പെട്ട CM ലെവലിലെ, ബഹുമാനപ്പെട്ട ചീഫ് സെക്രട്ടറിയുടെ ലെവലിലെ നേരിട്ട് റിവ്യൂസ് നടത്തിയ ഒരു പ്രോജക്റ്റാണ്. സോ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് ഇംപ്ലിമെന്റേഷൻസിൻ്റെ ബുദ്ധിമുട്ടുകൾ നമുക്ക് വന്നിട്ടുണ്ടായിരുന്നില്ല. ബിക്കോസ് ദ ഡിസിഷൻസ് വർ ടേക്കൺ വെരി ക്വിക്ക്ലി. ആവശ്യമായിട്ടുള്ള ഗവൺമെൻറ് ഓർഡേഴ്സ് ഒക്കെ നമുക്ക് വേഗം കിട്ടാൻ തുടങ്ങി. ഗവൺമെൻറ് ഒരു സ്പെഷ്യൽ ഓഫീസറിനെ ഇതിന് വേണ്ടി നിയോഗിച്ചു. സുഹാസ് സർ വന്നു, അരുൺ വന്നു CO ആയിട്ട്. അപ്പോൾ 2 ആളുടെ നല്ല രീതിയിലുള്ള ലീഡർഷിപ്പ് നമുക്ക് എൻറ്റയർ പ്രോജക്റ്റിൽ ഉണ്ടായിരുന്നു. ആൻഡ് യൂഷ്വലി നമ്മൾ ഇതൊക്കെ എല്ലാം ഞാൻ പറയുമ്പോൾ മറ്റുള്ള സ്ഥലത്തിൽ നമ്മൾ കാണുമ്പോൾ ചിലപ്പോൾ ഒരു കളക്ടറുടെ സമയത്തിലായിരിക്കും ഡിസാസ്റ്റർ സംഭവിക്കുന്നത്, ഒരു കളക്ടർ ആയിരിക്കും ഭൂമി കണ്ടെത്തുന്നത്, ഒരു കളക്ടർ ആയിരിക്കും പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നതും, പിന്നെ ഒരു 2-3 കളക്ടേഴ്സ് കഴിഞ്ഞിട്ടായിരിക്കും അവർ വീട് ഹാൻഡ് ഓവർ ചെയ്യുന്നത്. പക്ഷേ ദുരന്തം ഞാൻ കണ്ടു, ഭൂമി കണ്ടുപിടിച്ചു, പിന്നെ താഴ്ക്കോൽ ദാനത്തിലും ഞാൻ ഉണ്ടായിരുന്നു, ഫൗണ്ടേഷൻ ലേയിങ് സമയത്തിലും ഞാൻ ഉണ്ടായിരുന്നു. ഐ തിങ്ക് ഇറ്റ് ഇസ് എൻ്റെ ഭാഗ്യം തന്നെയാണ് അത്. ശരിക്കും യെസ്, അവരെ കൂടെ ഇന്ന് രാവിലെ നമുക്ക് ഒരു ഓണ ആഘോഷ പരിപാടിയിൽ പങ്കെടുക്കാനും എനിക്ക് സാധിച്ചു. സോ ദിസ് ഇറ്റ് സെൽഫ് ഇസ് ലൈക്ക് എ ഡെസ്റ്റിനി ഓർ എ ഡിവൈൻ ബ്ലെസ്സിങ്. എനിക്ക് തോന്നുന്നു ഞാനിങ്ങനെ ഒരു കഥ കേട്ടിരുന്നു. അതായത് നമ്മുടെ ഇനാഗ്രേഷൻ ചടങ്ങിൽ മാം ധരിച്ചെത്തിയ സാരി അത് ഒരു കുട്ടി മാമിന് ഗിഫ്റ്റായിട്ട് തന്നെയായിരുന്നു. അത് എന്തായിരുന്നു അതാ കഥ? അത് നമ്മളെ ഫൗണ്ടേഷൻ ലേയിങ് സെറമണിയിൽ ഉണ്ടായിരുന്നു. അപ്പോൾ ITI പഠിക്കുന്ന കുറച്ച് കുട്ടികളുണ്ടായിരുന്നു. സോ ആ കുട്ടികളും അവരെ സ്വന്തം കയ്യിലെ ചെയ്ത ഒരു വർക്കായിരുന്നു. ആൻഡ് ഇൻസിഡന്റ്ലി ഓൺ ദ സെയിം ഡേ ഇറ്റ് ഇസ് ഗൗരി ഗണേശ ഫെസ്റ്റിവൽ ഇൻ കർണാടക. സോ യൂഷ്വലി ഗൗരി ഗണേശ ഫെസ്റ്റിവൽ വരുമ്പോൾ നമുക്കിവിടെ വിഷു, ഓണം പോലെയുള്ള ഒരു പരിപാടിയാണ്. ഓണത്തിന്റെ ഒരു ഗിഫ്റ്റ് നമ്മൾ കൊടുക്കുന്ന പോലെയാണ് അവിടെ ഗണേശ ഫെസ്റ്റിവൽ, ഗൗരി ഫെസ്റ്റിവലിൽ വീട്ടിലുള്ള പെൺകുട്ടികൾക്കും വീട്ടിൽ നിന്നും ഒരു ഗിഫ്റ്റ് കൊടുക്കുന്ന ഒരു പരിപാടി. പക്ഷേ ഇവിടുത്തെ ജോലി ഭാര തിരക്കുകൾ കൊണ്ട് എനിക്കൊന്നും നാട്ടിൽ പോയി അങ്ങനെ ആഘോഷിക്കാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ബട്ട് ദാറ്റ് ഡേ ദേ കെയിം ടു മീറ്റ് മീ. ഗുഡ് മോർണിംഗ് കളക്ടറിന്റെ ഭാഗമായിട്ട് എന്നെ കാണാൻ വന്നതായിരുന്നു. ആൻഡ് ദേ ഗോട്ട് എ സാരി ഫോർ മീ. ഐ വാസ് ഓവർവെൽംഡ് ആക്ച്വലി. ബിക്കോസ് അന്ന് രാവിലെ എല്ലാവരും ഫാമിലി ഗ്രൂപ്പ്സിലൊക്കെ എല്ലാം ദർ ഷെയറിങ് ഫോട്ടോസ്, ഇങ്ങനെ കൊടി സ്വീകരിക്കുന്നതും പിന്നെ വീട്ടിലെ എല്ലാവരും ആഘോഷിക്കുന്നതും ഒക്കെ ചെയ്യുമ്പോൾ ഞാൻ അവിടെ ഓഫീസിൽ ഇരുന്നിട്ട് ഐ വാസ് സിറ്റിംഗ് ആൻഡ് ഐ വാസ് ഫയർ ഫൈറ്റിംഗ് വിത്ത് സംതിങ്. ബട്ട് അറ്റ് ദാറ്റ് ടൈം വെൻ ദേ കേം ഐ ആക്ച്വലി ഹാഡ് tears telling that like you'll find a way. അത് കിട്ടണമെങ്കിൽ എങ്ങനെയെങ്കിലും കിട്ടൂ. സോ ദാറ്റ് ഡേ അതൊരു സ്പെഷ്യൽ അക്കേഷൻ ആയിട്ട് അത് എടുത്തതായിരുന്നു. ഓക്കെ ഓക്കെ മാം, എനിക്ക് തോന്നുന്നു ഈ റീഹാബിലിറ്റേഷൻ പ്രൊജക്ട് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് നോട്ട് ഓൺലി ഗവൺമെൻറ് ബട്ട് ഓൾസോ CSR, അങ്ങനെ NGOs കുറേ അധികം ആൾക്കാർ ചേർന്നുള്ള ഒരു പ്രൊജക്റ്റാണ്. സോ ഹൗ വാസ് ദ കോൺട്രിബ്യൂഷൻ? CSR ലെവലിൽ എന്തൊക്കെ കോൺട്രിബ്യൂഷൻ ആയിരുന്നു നമുക്ക് മെയിൻലി വയനാട് റീഹാബിലിറ്റേഷന് കിട്ടിയിരുന്നത്? ഇതിൽ ഒരുപാട് ആൾക്കാർ കോൺട്രിബ്യൂഷൻ ചെയ്തിട്ടുണ്ട്. വലിയ തുക തന്ന ആൾക്കാരുണ്ട്, ചെറിയ അമൗണ്ട് CMDRFലോട്ട് ഇട്ട ആൾക്കാരുമുണ്ട്. ദെൻ അഗെയിൻ മറ്റുള്ള രീതിയിലെ സഹായിക്കാൻ വന്ന ആൾക്കാരുമുണ്ട്. സോ രണ്ടും നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ കൈകാര്യം ചെയ്യാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. സോ എൻറ്റയർ പ്രോജക്റ്റ് വാസ് ലെഡ് ബൈ ദ സ്പെഷ്യൽ ഓഫീസർ. ഒരു പ്രത്യേക ബാങ്ക് അക്കൗണ്ട് തന്നെ നമ്മൾ ഓപ്പൺ ആക്കി കൃത്യമായിട്ട് ഇത് നമുക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. ഓക്കെ, എനിക്ക് തോന്നുന്നു നമ്മൾ ഇതിൻ്റെ കൂടെയായിട്ട് എനിക്ക് തോന്നുന്നു ദുരന്തത്തിന് തൊട്ട് മുമ്പ് വരെ നമ്മൾ CSR കോൺക്ലേവ്, അതും എനിക്ക് തോന്നുന്നു കേരളത്തിൽ ആദ്യമായിട്ടായിരിക്കും ഒരു ജില്ലയിൽ CSR കോൺക്ലേവ് നടത്തിയിരിക്കുന്നത്. അപ്പോൾ ആ CSR കോൺക്ലേവ് സത്യം പറഞ്ഞാൽ നമ്മുടെ വയനാട് ടൗൺഷിപ്പിന് അല്ലെങ്കിൽ വയനാട് ഈ റീഹാബിലിറ്റേഷന് സത്യം പറഞ്ഞാൽ നമുക്ക് ഹെൽപ്പ് ചെയ്തിരുന്നോ? CSR കോൺക്ലേവിൻ്റെ ഒരുപാട് ഹെൽപ്പ് നമുക്ക് വയനാട്ടിന് കിട്ടിയിട്ടുണ്ട്. ബട്ട് ഓവർ ആൻഡ് അബൌവ് ദാറ്റ് ദുരന്ത സമയത്തിൽ നമുക്ക് കിട്ടിയ റെസ്പോൺസ് വാസ് ഇമെൻസ്.
ബിക്കോസ് എല്ലാ ഭാഗത്തിൽ നിന്നും ദേ വാണ്ടഡ് ടു കം ആൻഡ് ഹെൽപ്പ് ദ പീപ്പിൾ, ദേ വാണ്ടഡ് ടു കം ആൻഡ് സപ്പോർട്ട് അസ്. എനിക്ക് തോന്നുന്നു ഒരു ദുരന്തം എന്ന് പറയുമ്പോൾ റീഹാബിലിറ്റേഷൻ എന്ന് പറയുമ്പം ഈ പറഞ്ഞ ആ ഒരു പർട്ടിക്കുലർ ഏരിയ മാത്രമല്ല, എൻ്റയർ വയനാട്ടിലെ ഒരു റീഹാബിലിറ്റേഷൻ ഉണ്ടായിരുന്നു. ബിക്കോസ് വയനാട്ടിലൊരു ലാൻഡ് സ്ലൈഡ് എന്ന് പറയുമ്പം ദ വേർഡ് ഓഫ് മൗത്ത് എന്ന് പറഞ്ഞാൽ വയനാട് മൊത്തത്തിൽ ഇറ്റ് ഈസ് അഫക്റ്റഡ്, ദ ഹോൾ വയനാട് ഈസ് അഫക്റ്റഡ്. സോ ആ വയനാട്ടിലെ എക്കണോമിനെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് എസ്പെഷ്യലി ടൂറിസം, അപ്പം എന്തൊക്കെ ഇനിഷ്യേറ്റീവ്സ് ആയിരുന്നു ഉണ്ടായിരുന്നത് എസ്പെഷ്യലി ടു ബ്രിങ് ബാക്ക് ടൂറിസ്റ്റ്? ബിക്കോസ് എനിക്ക് തോന്നുന്നു ഇപ്പം ഈ നമ്മൾ ഇരിക്കുന്ന എന്നൂരിലടക്കം തന്നെ എല്ലാം കുറേ അധികം ഫാമിലീസ് ഡിപ്പെൻഡ് ചെയ്യുന്ന ഒന്നാണ് ഇവിടുത്തെ ടൂറിസം സർക്യൂട്ട്. സോ എന്തൊക്കെ ഇനിഷ്യേറ്റീവ്സ് ആയിരുന്നു ഫ്രം ദ ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷൻ ടീം? നമുക്ക് ഇതൊരു വളരെ ലോക്കലൈസ്ഡ് ആയിട്ടുള്ള ഒരു ഇവന്റ് ആണ് ഡിസാസ്റ്റർ. മേപ്പാടിയിലെ 3 വാർഡ്സിലെ ഒരു വാർഡ് മുഴുവനായിട്ടും 2 വാർഡും നമുക്ക് ഭാഗികമായിട്ട് മാത്രമാണ് ഇതിൽ അഫക്റ്റ് ചെയ്തത്. ബട്ട് ദ ഇമ്പാക്ട് ഓൺ ടൂറിസം വാസ് സോ ഹൈ. വയനാട്ടിലെ മുഴുവനായിട്ട് ശരിയില്ല എന്ന ഒരു ഇമേജ് നമുക്ക് വന്നു. അപ്പോൾ നമുക്ക് ഇപ്പോൾ അക്ഷയ് പറഞ്ഞ പോലെ തന്നെ ഒരുപാട് ആൾക്കാരും ടൂറിസം ആശ്രയിച്ച് ജീവിക്കുന്ന ആൾക്കാരുണ്ട്. നമുക്ക് വലിയ റിസോർട്ടുകളും വലിയ രീതിയിലുള്ള ഡെസ്റ്റിനേഷൻസും മാത്രമല്ല, ഒരു ചെറുതായിട്ട് ഒരു അമ്മ നടക്കുന്ന ഒരു ഹോം സ്റ്റേ ആയിരിക്കും. ഹോം സ്റ്റേൻ്റെ തൊട്ടടുത്ത ഒരു ചായക്കട, അതിലെ തട്ടുകടയിലെ ഭക്ഷണം ഉണ്ടാക്കി ഹോം സ്റ്റേയിൽ സപ്ലൈ ചെയ്യുന്ന ആൾക്കാരുണ്ടായിരിക്കും. പിന്നെ റോഡിൻ്റെ സൈഡിലെ ഉപ്പിലിട്ട സാധനങ്ങളൊക്കെ വിൽക്കുന്ന, ദേ ആർ ഓൾ ഡിപ്പെൻഡൻറ്റ് ഓൺ ടൂറിസ്റ്റ്. സോ നമുക്ക് എങ്ങനെയാണ് ഇത് റിവൈവ് ചെയ്യുന്നത് ഒരു വലിയ ചലഞ്ചായിരുന്നു. ആൻഡ് വി സ്റ്റാർട്ടഡ് വയനാട് ഉത്സവ്. സോ ഇറ്റ്സ് ലൈക്ക് ടു സെൻഡ് എ മെസ്സേജ് ദാറ്റ് വയനാട് ഇസ് സേഫ്. അപ്പോൾ ആ സമയത്തിൽ നമുക്ക് പൂജ ഹോളിഡേയ്സ് ഉണ്ടായിരുന്നു, ഓണത്തിൻ്റെ ഒരു ഹോളിഡേയ്സ്. ആ സമയത്തിൽ നമുക്ക് നല്ല രീതിയിൽ നമുക്കത് യൂട്ടിലൈസ് ചെയ്യാൻ സാധിച്ചു. ആൻഡ് ദെൻ ഗവൺമെൻറ് ഓൾസോ കെയിം അപ്പ് വിത്ത് എ ലോട്ട് ഓഫ് പ്രോജക്ട്സ്. ടൂറിസമിൻ്റെ മിനിസ്റ്റർ തന്നെ ഇവിടെ എത്തി, ഓണാഘോഷ പരിപാടിയിലൊക്കെ എല്ലാം പങ്കെടുത്തു. സോ നമ്മളെ മേജർ ഡെസ്റ്റിനേഷൻസ് എന്നൂരു, കാരാപ്പുര, പിന്നെ നമ്മളെ ബത്തേരിയിലുള്ള മാനന്തവാടിയിലുള്ള മേജർ ഡെസ്റ്റിനേഷൻസിൽ ഒരു ഫെസ്റ്റിവൽ പോലെ നമ്മൾ നമുക്കൊരു മെസ്സേജ് ടു സെൻഡ് എ മെസ്സേജ് ദാറ്റ് വി ആർ സേഫ് ആൻഡ് വി ആർ വെൽക്കമിങ് യു, യു വിൽ ബി സേഫ് പറഞ്ഞിട്ടൊരു മെസ്സേജ് കൊടുക്കാൻ അതൊരു നല്ല കിട്ടി നമുക്ക്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഒരു നല്ല ജമ്പ് നമുക്ക് ടൂറിസമിലേക്ക് കാണാൻ സാധിച്ചു. എനിക്ക് തോന്നുന്നു മാം ഈ പറഞ്ഞ പോലെ നമുക്ക് റീഹാബിലിറ്റേഷനെ കുറിച്ച് പറഞ്ഞപ്പം ഒരു ഫോട്ടോ ഭയങ്കര സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു. ഒരു ജപ്പാനിലൊരു സ്ത്രീ ഒരു വയനാട്ടിലെ ദുരന്തബാധിതർ നിർമ്മിച്ചൊരു ബാഗായിട്ട് നിൽക്കുന്ന ഒരു ഫോട്ടോ. അതിൻ്റെ പേരും ഭയങ്കര അട്രാക്റ്റീവ് ആയിരുന്നു, ബെയിലി പ്രൊഡക്ട്സ് എന്ന രീതിയിൽ. അപ്പോൾ അതെങ്ങനെയാണ് ആ ബെയിലി പ്രൊഡക്ട്സ് എന്ന ആശയം വന്നത്? ആൻഡ് എസ്പെഷ്യലി ആ നെയിമിങ്, എന്തുകൊണ്ട് ബെയിലി എന്നുള്ളൊരു നാമകരണം നമ്മൾ കൊടുത്തു ആ ബാഗ്സിന്? അപ്പോൾ നമ്മൾ ഇന്റേൺസ് ഉണ്ട് വയനാട്ടിലെ ജില്ലാ കളക്ടറുടെ കൂടെ ജോലി ചെയ്യുന്ന ഡിസ്ട്രിക്ട് കളക്ടേഴ്സ് ഇന്റേൺഷിപ്പ് പ്രോഗ്രാമിലെ കുറച്ച് കുട്ടികളും നമ്മളെ കൂടെ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ വൺ ഓഫ് അവർ ഇന്റേണിൻ്റെ ഒരു ഐഡിയ ആയിരുന്നു ബെയിലി പേര്. ആൻഡ് ദെൻ നമ്മൾ അസിസ്റ്റന്റ് കളക്ടർ ഗൗതം ഉണ്ടായിരുന്നു ആ സമയത്തിലെ. സോ ഒരു ദിവസം ഇതുപോലെ തന്നെ ദുരന്ത സമയത്തിലെ ഭയങ്കര തിരക്ക്, ഭയങ്കര ആൾക്കാർ വരുന്ന ഒരു സമയമായിരുന്നു. ആൻഡ് യൂഷ്വലി ദേ വിൽ കം ആൻഡ് സേ നമുക്ക് വീടില്ല മാഡം, അതില്ല ഇതില്ല, അങ്ങനെ പരാതികളായിട്ടും പിന്നെ അവരെ വിഷമങ്ങളൊക്കെ പറയുന്ന ആൾക്കാർ തന്നെ കൂടുതലായിട്ട് കാണാൻ വരുന്നത്. ബട്ട് അതിൻ്റെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ഗ്രൂപ്പ് ഓഫ് വിമൻ എന്നെ കാണാൻ വന്നു. അവർ പറഞ്ഞത്, മാഡം നമുക്ക് സർക്കാരിൽ നിന്നും കിട്ടുന്ന പൈസ കൊണ്ട് മാത്രം ജീവിക്കാൻ ആഗ്രഹമില്ല, അതിൽ നിന്നും നമ്മൾ വ്യത്യസ്തമായിട്ട് എന്തെങ്കിലും ചെയ്യണം, മാഡം നമുക്ക് സപ്പോർട്ട് തരണം. ഐ വാസ് ട്രൂലി ഇംപ്രസ്ഡ് വിത്ത് ദോസ് അമേസിംഗ് വിമൻ. സോ ഐ ടോൾഡ് ദം, റൈറ്റ് നൗ ഐ എം വെരി ബിസി, ബട്ട് ഡോണ്ട് ലീവ് മൈ ചേംബർ, സിറ്റ് ഹിയർ, give me 10 minutes, let me finish this and then talk to you. Then ഒരുപാട് വിസിറ്റേഴ്സ് ഉണ്ടായിരുന്നു. സോ ഐ ഇമ്മീഡിയറ്റ്ലി കോൾഡ് ഗൗതമിനെ അവരെ കൂടെ ഒന്ന് സംസാരിക്കാൻ പറഞ്ഞു. സോ ഐ കോൾഡ് കുടുംബശ്രീ, ഇൻഡസ്ട്രീസ് എല്ലാവരെയും മിനി കോൺഫറൻസ് ഹാളിൽ ഇരുത്തി. ഐ ഹാഡ് ടു അറ്റൻഡ് ടു അതർ വിസിറ്റേഴ്സ്. ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് ഞാൻ അങ്ങോട്ട് പോകുമ്പോൾ all of them had a discussion and they said, we want to make umbrellas, we want to make bags, we want to make pickles. So they came with many ideas. Then immediately നമ്മൾ MS സ്വാമിനാഥൻ റിസർച്ച് ഫൗണ്ടേഷനെ കോൺടാക്ട് ചെയ്തു. സോ അവർ വന്നു. ദെൻ നമ്മൾ അട്ടപ്പാടിയിലെ അംബ്രലാസ് ഉണ്ടാക്കുന്ന ഒരാളും ഡിപ്പാർട്ട്മെൻറ്റിലെ ST ഡിപ്പാർട്ട്മെൻറ്റിൽ ജോലി ചെയ്യുന്ന സമയത്തിലെ ഒരാളിൻ്റെ ഒരു കണക്ഷൻ ഉണ്ടായിരുന്നു. സോ അദ്ദേഹത്തിനെ ഇങ്ങോട്ട് വിളിപ്പിച്ചു. സോ ലൈക്ക് ലോട്ട് ഓഫ് പീപ്പിൾ കെയിം ടുഗെദർ ആൻഡ് ഒരു നല്ല ട്രെയിനിങ് അവർക്ക് കൊടുത്തിട്ട് they started their own enterprise. That's how Bailey was born. ഇതിലെ അസിസ്റ്റന്റ് കളക്ടറുടെ നല്ല രീതിയിലുള്ള ഒരു ലീഡർഷിപ്പും ഇന്റേൺസിൻ്റെ നല്ല രീതിയിലുള്ള ഒരു ഇൻവോൾവ്മെൻറ്റ്, കുടുംബശ്രീ, ഇൻഡസ്ട്രീസ് ഡിപ്പാർട്ട്മെൻറ്റ്, MS സ്വാമിനാഥൻ റിസർച്ച് ഫൗണ്ടേഷൻ, മറ്റുള്ള NGOs. സോ all of them have come together. I think even മദ്രാസ് റെജിമെൻറ്റിൻ്റെ ടീമും
they visited, I guess. Yes. Because they were very proud because, and it was a tribute to them. Bailey Namalu is like a lifeline. So this also is going to be a lifeline to the families of these women എന്താണ് ആ ഒരു ഇതും. സോ ഫസ്റ്റ് അവർ ഉണ്ടാക്കിയ പ്രോഡക്റ്റ് they sent it to Madras Engineering Group as a token of appreciation, and they also supported them with procuring the raw materials for the first time. So ആ raw materials കൊണ്ടാണ് ഇവർ തുടങ്ങുന്നത്. ഓക്കെ, ഗ്രേറ്റ് മാം. ഇനി മാം നമുക്ക് ലാൻഡ് സ്ലൈഡ് എല്ലാ കാര്യങ്ങളും നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ആയിരിക്കും നമ്മൾ പഠിക്കുക. അപ്പോൾ എനിക്കൊന്ന് ലാൻഡ് സ്ലൈഡ് വന്ന സമയത്തായിരിക്കും നമ്മൾ ഒരു ഹെൽത്ത് കെയർ സിസ്റ്റം, ഒരു റോബസ്റ്റ് ആയിട്ടുള്ള ഹെൽത്ത് കെയർ സിസ്റ്റത്തെ പറ്റി നമ്മൾ കുറച്ചുകൂടി ഡീപ്പായിട്ട്, നമ്മൾ ഓൾറെഡി നമ്മൾ വയനാട് മെഡിക്കൽ കോളേജ് വേണമെന്നുള്ള പണ്ട് മുതൽ നമ്മൾ ചോദിക്കുന്നുണ്ട്. ബട്ട് എന്നാലും ഇതിന് ശേഷം ഒരു റോബസ്റ്റ് ഹെൽത്ത് കെയർ സിസ്റ്റം വേണം എന്നുള്ളത് എനിക്ക് തോന്നുന്നൊരു വയനാട് ഒരു ആവശ്യം വന്നത് ആഫ്റ്റർ ദിസ് ഡിസാസ്റ്റർ ആയിരിക്കും. സോ എന്തൊക്കെ ഇനിഷ്യേറ്റീവ്സ് ആണ് ഇപ്പോൾ നമ്മൾ പ്രയോറിറ്റൈസ് ചെയ്യുന്നത് ടു മേക്ക് ഷുവർ ദാറ്റ് നാളെ എന്തെങ്കിലും ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായാൽ വയനാട് ഈസ് സ്ട്രോങ് ഇനഫ് ടു ഹാൻഡിൽ ദാറ്റ്? അപ്പം എന്തൊക്കെയാണ് ഒരു ഹെൽത്ത് കെയർ സെക്ഷനിൽ ഇൻ്റർവെൻഷൻ ഉണ്ടായിരുന്നത്? ഡെഫിനറ്റ്ലി നമുക്ക് ഹെൽത്ത് കെയർ സിസ്റ്റമിലെ കുറേ ഗ്യാപ്സ് ഉണ്ടായിരുന്നു. സോ ആ സമയത്തിലെ വി ഹാവ് മോർ ദൻ 250 ബോഡി പാർട്സ്, ഇൻക്ലൂഡിങ് ബോഡി പാർട്സ് 198 ആണ് നമുക്ക് കാഷ്വാലിറ്റി ഇതിൽ. പക്ഷെ ബോഡി പാർട്സ് ഒക്കെ എല്ലാം വരുമ്പോൾ അതൊക്കെ എല്ലാം നമുക്ക് സൂക്ഷിച്ചു വെക്കാനുള്ള ഒരു സ്ഥലം കൂടി ഉണ്ടായിരുന്നില്ല. അറ്റ് ദ പോയിന്റ് ഓഫ് ടൈം വയനാട്ടിൽ ഐ തിങ്ക് ലെസ് ദെൻ 15 ബോഡീസ് മാത്രമേ നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റൂ. സോ അങ്ങനെയുള്ള ഒരു ക്രിട്ടിക്കൽ ഇൻഫ്രാസ്ട്രക്ചർ ഗ്യാപ്പാണ്. ബട്ട് ദ കൈൻഡ് ഓഫ് സപ്പോർട്ട് വി ഗോട്ട് ഫ്രം ദ നെയ്ബറിംഗ് ഡിസ്ട്രിക്ട്സ്, അവർ ഇമ്മീഡിയറ്റ് ആയിട്ട് നമുക്ക് കൂളേഴ്സും ഫ്രീസേഴ്സും ഇങ്ങോട്ട് മൊബിലൈസ് ചെയ്തു. ആൻഡ് വൈത്തിരി താലൂക്ക് ഹോസ്പിറ്റലിലെ one entire area we converted into a freezer zone. And then again MSc ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ട് നമുക്ക് ഡിസ്പ്ലേന് വേണ്ടി ആവശ്യമായിട്ടുള്ള സംവിധാനങ്ങളും ഒരു വാർ ഫുഡ് ബേസിസിൽ നമ്മൾ അടിസ്ഥാന സൗകര്യങ്ങളും ഉണ്ടാക്കി. ദെൻ ഇവിടെ നിന്ന് നമ്മൾ ആൾക്കാരിനെ പരിക്കപ്പെട്ടു. ബിക്കോസ് റെസ്ക്യൂ ഓപ്പറേഷൻ ചെയ്യുമ്പോൾ ഫസ്റ്റ് ഒരു ചെക്കപ്പ് ചെയ്യണം, ഇനി ഇന്റർണൽ ബ്ലീഡിങ് ഹാസ് ഹാപ്പൻഡ്, ലൈക്ക് വെദർ ദ പേഴ്സൺ ഇസ് ഫിറ്റ്. അപ്പോൾ അത് നേരിട്ട് നമ്മൾ മേപ്പാടി CHC കൊണ്ടുപോകുന്ന വരെ നമുക്ക് കാത്തു നിൽക്കാൻ പറ്റില്ല. സോ പോളിടെക്നിക് കോളേജ് നമ്മൾ ഒരു മേക്ക് ഷിഫ്റ്റ് ഹോസ്പിറ്റലായിട്ട് നമ്മൾ കൺവേർട്ട് ചെയ്തു. സോ ചെറുതായിട്ട് എന്തെങ്കിലും സൂഷേഴ്സ് ഉണ്ടെങ്കിൽ, എന്തെങ്കിലും ഫ്രാക്ചേഴ്സ്, മൈനർ ഫ്രാക്ചേഴ്സ് ഉണ്ടെങ്കിൽ, ആൻഡ് ദെൻ ഫിറ്റ്നസ് ടെസ്റ്റ്, ഓൾ ദോസ് തിങ്സ് വി സ്റ്റാർട്ടഡ് ഡൂയിങ് ദെയർ. ആൻഡ് സോ ദാറ്റ് CHC നമുക്ക് കൺജഷൻ ഒഴിവാക്കാൻ. പിന്നെ നമ്മളെ ടീം തന്നെ എൻറ്റയർലി ഇറ്റ് വാസ് കോർഡിനേറ്റഡ് ബൈ DMO ആൻഡ് നമുക്ക് മോണിറ്റർഡ് ബൈ ഹെൽത്ത് സെക്രട്ടറി ആൻഡ് ഗവൺമെൻറ് ലെവലിലാണ്. സോ ഇവിടുത്തെ DMO വളരെ നല്ല രീതിയിൽ കൈകാര്യം ചെയ്തു. ആൻഡ് ഹെൽത്ത് DMO ആൻഡ് അതേഴ്സ് ആൻഡ് എവറിബഡി, വോളണ്ടിയർ സപ്പോർട്ട്സ് ആൻഡ് എവറിത്തിങ്. സോ അതിനെ കൂടെ തന്നെ റെഫറൽസ് ആവശ്യം വന്നാൽ നമ്മൾ വിംസ് ഹോസ്പിറ്റലിലോട് കോഴിക്കോട് മെഡിക്കൽ ആവശ്യം അനുസരിച്ചിട്ട് ഓൺലി റെഫറൽസ് നമ്മൾ അങ്ങോട്ട് വിട്ടത് കൊണ്ട് തന്നെ വളരെ നല്ല രീതിയിൽ നമുക്ക് മാനേജ് ചെയ്യാൻ സാധിച്ചു. ബട്ട് അറ്റ് ദ സെയിം ടൈം നമുക്ക് ചുരം ഇറങ്ങി പോകുന്ന ആ ഒരു ഡിലേ നമുക്ക് എന്തായാലും നമുക്ക് ടെറിഷറി സെക്ടേഴ്സിൻ്റെ ഗ്യാപ്പിനെ കൊണ്ട് നമുക്കിവിടെ ഉണ്ട്. സോ വി സ്റ്റാർട്ടഡ് വർക്കിംഗ് ഓൺ ദ എക്സിസ്റ്റിംഗ് ഗ്യാപ്സ്. സോ ആ സമയത്തിൽ നമുക്ക് നല്ല രീതിയിലുള്ള CSRൻ്റെ ഒരു സപ്പോർട്ടും ഉണ്ടായിരുന്നു. ദെൻ അഗെയിൻ സർക്കാരിൽ നിന്നും ഹെൽത്ത് സെക്ടറിനെ നല്ല രീതിയിലുള്ള പുഷും നമുക്ക് കിട്ടി. സോ അഗെയിൻ കമ്മിങ് ബാക്ക് ടു ചുരം കയറി വരുമ്പോൾ ഒരു വിഷൻ ലിസ്റ്റ്. സോ വയനാട് മെഡിക്കൽ കോളേജ് വാസ് വൺ ഓഫ് ദ പ്രയോറിറ്റീസ് ഫോർ മീ. സോ വയനാട് മെഡിക്കൽ കോളേജിന് ആവശ്യമായിട്ടുള്ള ഭൂമി കണ്ടെത്തൽ, ആദ്യമായിട്ട് കുട്ടികളുടെ നാഷണൽ മെഡിക്കൽ കൗൺസിലിൻ്റെ അക്രഡിഷൻ 50 കുട്ടികൾ ഇങ്ങോട്ട് വരുന്നതും അതൊക്കെയെല്ലാം നമ്മൾ സ്ട്രീംലൈൻ ചെയ്ത് കൊണ്ടുവന്നു. ദെൻ വൈത്തിരിയിലുള്ള ടെറിഷറി കെയർ സെൻറ്ററിന് വേണ്ടി നമുക്ക് ടാറ്റ ഗ്രൂപ്പിൽ നിന്നും സഹായം കിട്ടി. അവർക്ക് ഫുള്ളി ഫ്ലെജ്ഡ് ആയിട്ട് നടക്കുന്നുണ്ട്. നമ്മളെ ക്രിട്ടിക്കൽ കെയർ ബ്ലോക്ക് നമ്മളെ ടൗൺഷിപ്പിൽ തന്നെ അത് വരുന്നുണ്ട്. ദെൻ അഗെയിൻ ഇൻസൈഡ് ടൗൺഷിപ്പാണ്. ദെൻ അഗെയിൻ പിന്നെ നമുക്ക് മറ്റുള്ള CSR സപ്പോർട്ടിനെ കൂടെ ഹെൽത്ത് ഇൻഫ്രാസ്ട്രക്ചർ ടൗൺഷിപ്പിലും വരുന്നുണ്ട്. സുൽത്താൻ ബത്തേരി വൈത്തിരി താലൂക്കും ഫ്രിഞ്ചസ് ഏരിയാസിലുള്ള സ്ഥലങ്ങളിൽ ആവശ്യമായിട്ടുള്ള ഹെൽത്ത് ഇൻഫ്രാസ്ട്രക്ചർ നമ്മൾ വയനാട് പാക്കേജ് മുഖേന നമ്മൾ കൊടുത്തു. കുറച്ച് ഗവൺമെൻറ് സപ്പോർട്ടിൽ നിന്നും എടുത്തു കൊടുത്തു. സോ ദ ഐഡിയ വാസ് നോട്ട് ജസ്റ്റ് ടെറിഷറി കെയർ, നോട്ട് ജസ്റ്റ് critical health infrastructure, at the same time develop the fringes area also, develop other infrastructure so that everybody will have access to healthcare. അതായിരുന്നു നമ്മളെ ഒരു വിഷൻ. സോ അതുപോലെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ സാധിച്ചു. എവറിബഡി ഹാസ് ആക്സസ് ടു ഹെൽത്ത് കെയർ, അല്ലെങ്കിൽ ഹെൽത്ത് കെയർ ടു ദ ലാസ്റ്റ് മൈൽ എന്നൊരു പോയിന്റിൽ എനിക്ക് തോന്നുന്നു PHCs ആൻഡ് CHSCs ആർ ദ ഫസ്റ്റ് ലൈൻ ഓഫ് ഡിഫെൻസ് എപ്പോഴും.
അപ്പം എസ്പെഷ്യലി വയനാട് എടുക്കുകയാണെങ്കിൽ നൂൽപ്പുഴയെ പറ്റി പറയാതെ നമുക്കത് പറയാൻ പറ്റില്ല. ബിക്കോസ് നൂൽപ്പുഴ ഏറ്റവും കൂടുതൽ നമുക്ക് അവാർഡ് കിട്ടിയതും ഇന്ത്യയിൽ തന്നെ വൺ ഓഫ് ദ മോഡൽ PHSC എന്ന രീതിയിൽ കുറേ നമുക്ക് അവാർഡ് കിട്ടിയതാണ്. അപ്പം ഹൗ ഈസ് PHSCs ഡൂയിങ്, എങ്ങനെയായിരുന്നു PHSCs വയനാടിൻ്റെ ഹെൽത്ത് കെയറിന് ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്, ആൻഡ് ഹൗ ഇറ്റ് ഈസ് അഫക്റ്റിംഗ് ഹെൽപ്പിംഗ് ദ ട്രൈബൽ സെക്ഷൻ. ഇപ്പം എല്ലായിടത്തും നമുക്കറിയാം അതിർത്തി സൈഡിലൂടെയാണ് നമ്മുടെ കോളനികളൊക്കെ ഊരുകളൊക്കെ സ്ഥിരീകരിക്കുന്നത്. അപ്പോൾ എങ്ങനെ ഈ പറഞ്ഞ ആദിവാസി ഊരുകളിലേക്ക് നമുക്ക് എത്താൻ പറ്റും PHSCs ഹെൽത്ത് കെയർ സെക്ടർ? നമുക്ക് PHC പറഞ്ഞാൽ എല്ലാവർക്കും ഒരു തോന്നലുണ്ട്, ദിസ് ഇസ് ഹൗ ഇറ്റ് ഇസ്. അപ്പോൾ അതിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ഒരു ടൈപ്പിലാണ് നമ്മൾ നൂൽപ്പുഴ FHC പ്രവർത്തിക്കുന്നത്. സോ ദിസ് ഈസ് ഹൗ ദ ഫ്യൂച്ചർ ഹെൽത്ത് ഇൻഫ്രാസ്ട്രക്ചർ ഈസ് ഗോയിങ് ടു ബി ഓർ ഈസ് എക്സ്പെക്റ്റഡ് ടു ബി. These are not my words, these are the words of the Health Secretary Government of India. നമ്മൾ നീതി ആയോഗിലെ ഒരു presentation aspirational districts in the ഭാഗമായിട്ട് I had an opportunity to present about FHC in Nulpura in front of the Honorable Health Secretary. So these are her words actually. So at the same time നമുക്ക് ഇനിയും വർക്ക് ഇൻ പ്രോഗ്രസ് പോലെയുള്ള ഹെൽത്ത് ഇൻഫ്രാസ്ട്രക്ചറും നമുക്ക് വയനാട്ടിലുണ്ട്. അത് നമുക്ക് അപ്ഗ്രേഡേഷൻ ഓഫ് എക്സിസ്റ്റിംഗ് പ്ലേസസ് പറയാതിരിക്കാനും പറ്റില്ല. ബട്ട് വളരെ മികച്ച രീതിയിൽ പ്രവർത്തിക്കുന്ന PHCകളുണ്ട്. അതിൽ FHC എങ്ങനെ ആയിരിക്കണം ഒരു മാതൃകാപരമായിട്ടുള്ള രീതിയിലാണ് നൂൽപ്പുഴ FHC പ്രവർത്തിക്കുന്നത്. സോ ദ വേ ദേ ആർ ഹാൻഡ്ലിംഗ് ട്രൈബൽ ന്യൂട്രീഷൻ, മാൽ ന്യൂട്രീഷൻ, ന്യൂട്രീഷണൽ റീഹാബിലിറ്റേഷൻ സെൻറ്റേഴ്സ് ആൻഡ് നമ്മൾ ലേബേഴ്സ് നടക്കുവാണെങ്കിലും, ബിക്കോസ് നമ്മൾ എസ്പെഷ്യലി ട്രൈബൽ വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരും അവർ ഒരു കംഫർട്ട് സോണിൽ നിന്നും പുറത്ത് നിന്നിട്ട് ആ ഡെലിവറി ഒക്കെ കഴിഞ്ഞിട്ട് തിരിച്ചു പോകുന്ന ആ ഒരു മടി ഉണ്ടായിരുന്നു. ദെൻ അവരെ കൂടെ നിൽക്കുന്ന ഒരു ബൈസ്റ്റാൻഡറിൻ്റെ ഒരു അഭാവം, അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങളുള്ള ഒരു മേഖലയാണ്. അപ്പോൾ അതൊക്കെ എല്ലാത്തിനും ഒരു സൊല്യൂഷൻ ഉണ്ട്. സോ ദാറ്റ് ഈസ് ഹൗ. എനിക്ക് തോന്നുന്നു മാം ഈ 2 വർഷം വന്നതിൽ ആൻഡ് യുവർ മാമിൻ്റെ ഒരു ഫീൽഡ് എക്സ്പീരിയൻസ് വെച്ചിട്ട് വാട്ട് ആർ ദ മേജർ ചാലഞ്ചസ്, എന്തൊക്കെയാണ് മേജർ ചാലഞ്ചസ് നമ്മുടെ വയനാടൻ ട്രൈബൽ കമ്മ്യൂണിറ്റീസ് ഫേസ് ചെയ്യുന്നത് മാം? എന്തെങ്കിലും when we talk about challenges, everything is a challenge, because housing ആണെങ്കിലും ന്യൂട്രീഷൻ ആണെങ്കിലും ആക്സസ് ടു ഓപ്പർച്യൂണിറ്റീസ് എല്ലാത്തിലും നമുക്ക് ഇപ്പോഴും ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ആൻഡ് സർക്കാർ ഭാഗത്തിൽ നിന്നും ഒരുപാട് പരിപാടികൾ നടക്കുന്നുണ്ട്, ഒരുപാട് ഇൻ്റർവെൻഷൻസ് നടക്കുന്നുണ്ട്. ബട്ട് സ്റ്റിൽ ദിസ് എ ലോങ് വേ ടു ഗോ. മാം നേരത്തെ പറഞ്ഞത് ഈസ് ദർ എ ഗ്യാപ്പ് ബിറ്റ്വീൻ, ഒരു ഗ്യാപ്പ് ഉണ്ടായിരുന്നു, അതായത് നമ്മൾ സർക്കാർ അല്ലെങ്കിൽ ഭരണകൂടം നിർമ്മിച്ച് നൽകുന്ന വീടുകളും ആൻഡ് വാട്ട് ദേ ആക്ച്വലി സിക്ക്, അവർക്ക് എന്താണ് ആവശ്യം ഉള്ളത്, അതിൽ ചെറിയൊരു ഗ്യാപ്പ് ഉണ്ടോ സത്യം പറഞ്ഞാൽ? That gap will be there everywhere, not just in tribal sector. Okay. Because അക്ഷയ ഇഷ്ടപ്പെടുന്ന വീടല്ല എനിക്ക് വേണ്ടത്. So all of us are individuals and all of us will have our own expectations and standards of living. പക്ഷേ സർക്കാർ ചെയ്യുമ്പോൾ ഒരു യൂണിഫോമിറ്റി വേണം, അതുപോലെ തന്നെ ഒരു പ്രാക്ടിക്കാലിറ്റി വേണം, ഒരു എക്കോണമി ഓഫ് സ്കെയിൽ വേണം. ഇതൊക്കെ എല്ലാം മനസ്സിലാക്കിയിട്ടാണ് സർക്കാരിൽ നിന്നും നമ്മൾ പരിപാടികളൊക്കെ ചെയ്യുന്നത്. ആൻഡ് അടുത്തത് ഇപ്പോൾ നമ്മൾ ആദിവാസികളുടെ ഊരുകളെ പറ്റി, അടുത്തത് നമുക്ക് ഏറ്റവും കൂടുതൽ നമുക്കൊരു വയനാടിൻ്റെ ചാലഞ്ച് എന്ന് പറഞ്ഞാൽ ഹ്യൂമൻ ആനിമൽ കോൺഫ്ലിക്റ്റ് ആണ്. സോ കറൻ്റ്ലി നമുക്കറിയാം കഴിഞ്ഞ 2-3 വർഷങ്ങളായിട്ട് ആ ഒരു ഡിസംബർ ജനുവരി മാസങ്ങളാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ഈ ഒരു ഹ്യൂമൻ ആനിമൽ കോൺഫ്ലിക്റ്റിൻ്റെ കേസസ് വരുന്നത്. സോ ആസ് എ ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷൻ്റെ ഭാഗത്തുനിന്ന് അത് പ്രിവെൻഷൻ ചെയ്യാനുള്ള നമ്മൾ എഫേർട്സ് എന്തൊക്കെയായിരുന്നു മാം കൂടുതലായിട്ട് നമ്മൾ എടുത്തുകൊണ്ടിരുന്നത്? വയനാട് അഗെയിൻ മോൺസൂൺ കഴിഞ്ഞിട്ട് നമുക്ക് when we just take a breath ആ സമയത്തിലായിരിക്കും കൂടുതലായിട്ട് വന്യമൃഗശല്യത്തിൻ്റെ ഒരു, ബിക്കോസ് ദ മൊമെന്റ് ദ റെയിൻസ് കം ഡൗൺ ആൻഡ് ദർ ഇസ് സ്കേസിറ്റി ഓഫ് വാട്ടർ ആൻഡ് ഫുഡ് ഇൻ ദ ഫോറസ്റ്റ്, ആനിമൽ സ്റ്റാർട്ട് വെഞ്ചറിങ്. പക്ഷേ ഇപ്പോൾ അങ്ങനെയൊന്നുമില്ല, എല്ലാ സമയത്തിലും നമുക്ക് കോൺഫ്ലിക്ട്സ് ഇഷ്ടംപോലെ വരുന്നുണ്ട്. സോ ഇറ്റ്സ് എ ബിഗ് ചാലഞ്ച് ഫോർ അഡ്മിനിസ്ട്രേഷൻ. നമ്മൾ ഈ തവണ കുറേ ഹോട്ട്സ്പോട്ട്സ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തു. വി ഇൻവോൾവ് ദ ലോക്കൽ കമ്മ്യൂണിറ്റി. ദെൻ അഗെയിൻ നമ്മൾ RRTസിനെ കൂടെ ഒരു PRTs, പ്രൈമറി റെസ്പോൺസ് ടീംസ്, ബിക്കോസ് RRT എല്ലായിടത്തും എത്തിപ്പെടാനുള്ള ആ ഒരു ഡിലേയും ബാൻഡ് വിഡ്ത്തും നമുക്ക് ഉണ്ടല്ലോ. അപ്പോൾ സോ ലോക്കലായിട്ടുള്ള പഞ്ചായത്ത് ലെവലിൽ തന്നെ ആൾക്കാരെ മൊബിലൈസ് ചെയ്ത് നമുക്ക് ഹോട്ട്സ്പോട്ട്സിൻ്റെ ഭാഗത്തിലൊക്കെ എല്ലാം ഒരു നല്ല ശ്രദ്ധ. സോ ഇങ്ങനെ ദെൻ അഗെയിൻ കാട് വെട്ടുന്നതും ജനകീയമായിട്ടുള്ള ഒരു കാട് വെട്ടൽ, ensuring that nobody ventures out after 7 o'clock unnecessarily. So അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്തു. ബട്ട് സ്റ്റിൽ ഇറ്റ് ഈസ് എ മേജർ ചാലഞ്ച് ഫോർ us. ഈ ടെക്നോളജി പരമായിട്ട് എന്തെങ്കിലും നമ്മൾ ഇനിഷ്യേറ്റീവ് കൊണ്ടുവന്നിട്ടുണ്ടോ, എസ്പെഷ്യലി ടു ടാക്കിൾ ദിസ്? യെസ്. സോ നമുക്ക്
വയനാട് ലാൻഡ്സ്കേപ്പ് മാനേജ്മെൻറ്റ് പ്ലാൻ തന്നെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. സോ ഇറ്റ്സ് എ വെരി ambitious plan, I would say. But it's a very big budget. അത് നമ്മൾ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ അപ്രൂവൽ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ദെൻ അഗെയിൻ വിത്ത് ദ CSR സപ്പോർട്ട് നമ്മൾ കുറേ ക്യാമറാസ്, ദെൻ അഗെയിൻ മറ്റുള്ള RRTയുടെ ഡ്രോൺസും RRTയുടെ സപ്പോർട്ടും അവർക്ക് ആവശ്യമായിട്ടുള്ള എക്വിപ്മെൻറ്റ്സ് ഒക്കെ എല്ലാം നമുക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. ദെൻ വയനാട് പാക്കേജിൽ നിന്നും നമുക്ക് ഫെൻസിങ് അങ്ങനെയുള്ള കോൺഫ്ലിക്റ്റിൻ്റെ മിറ്റിഗേഷന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ. ഓക്കെ മാം. ആൻഡ് എനിക്ക് തോന്നുന്നു ഈ ദുരന്തങ്ങളൊക്കെ ഇതെല്ലാ ആക്ടിവിറ്റീസ് നടക്കുന്ന സമയത്ത് തന്നെ പാരലി ഇലക്ഷൻസും ഉണ്ടായിരുന്നു. ഐ തിങ്ക് ഒരു 3 ഇലക്ഷനോളം ഉണ്ടെന്ന് തോന്നുന്നു. എനിക്ക് തോന്നുന്നു ആദ്യം പഞ്ചായത്ത് ഇലക്ഷൻ ഉണ്ടായിരുന്നു, നിയമസഭ ഉണ്ടായിരുന്നു, ആൻഡ് ബൈ ഇലക്ഷൻ ഓഫ് ലോക്സഭ. ആൻഡ് എനിക്ക് അതൊന്നും ഒരു സ്റ്റാർ ഒരു ഇലക്ഷൻ ആയിരുന്നു അല്ലേ, ഒരു ഈവൻ മൊത്തം ഇന്ത്യ നോക്കി കണ്ടൊരു ഇലക്ഷൻ ആയിരുന്നു. സോ ഹൗ ക്യാൻ യു വാസ് യു ടു മാനേജ് ഓൾ തിങ്സ്, എസ്പെഷ്യലി 3 elections at a row and one immediately ഒരു ദുരന്തം കഴിഞ്ഞൊരു ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ഒരു ഇലക്ഷൻ. സോ വാട്ട് വാസ് യുവർ മെമ്മറീസ് ഓൺ ദാറ്റ്? ഫസ്റ്റ് ഇലക്ഷൻ ബൈ ഇലക്ഷൻ ആയിരുന്നു. അപ്പോൾ ബഹുമാനപ്പെട്ട MP പ്രിയങ്ക ഗാന്ധി മാഡത്തിൻ്റെ മെയ്ഡൻ ഇലക്ഷൻ ആയിരുന്നു. സോ ഇറ്റ് വാസ് എ വെരി ഹൈ പ്രൊഫൈൽ ആൻഡ് ദെൻ ലോകം മുഴുവനായിട്ട് നോക്കുന്ന ഒരു ഇലക്ഷൻ തന്നെ ആയിരുന്നു. എങ്ങനെയാണ് ഇത് റിട്ടേണിംഗ് ഓഫീസർ കണ്ടക്ട് ചെയ്യുന്നതും പറഞ്ഞിട്ട് ലോകം നോക്കുന്ന ഒരു ഇതായിരുന്നു. ബട്ട് വളരെ നല്ല രീതിയിൽ നമുക്ക് ചെയ്യാൻ സാധിച്ചു. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒരു എന്തെങ്കിലും ഒരു ഇഷ്യൂ സംഭവിക്കുമ്പോൾ മലയാളികളൊക്കെ എല്ലാം നമ്മൾ ഒത്തൊരുമിച്ച് എങ്ങനെ നമ്മൾ മാനേജ് ചെയ്തു, അതിൻ്റെ കോൺട്രാസ്റ്റ് ആയിരുന്നു ഇലക്ഷൻ സമയത്തിൽ. എവറിത്തിങ് ഈസ് ബീങ് പൊളിറ്റിസൈസ്ഡ്, ലൈക്ക് എൻറ്റയർ ഏരിയ ഈസ് കംപ്ലീറ്റ്ലി ഒരു പൊളിറ്റിക്കൽ ആയിട്ടുള്ള ഒരു ആ ഒരു വാട്ട് യു സേ ദറ്റ് ഹീറ്റ് നമുക്ക് ഹീറ്റ് നമുക്ക് ഒരു ബിൽഡപ്പ് ആവുന്നത് നമുക്ക് ശരിക്കും വി ഫെൽറ്റ് ഇറ്റ്. ആൻഡ് ദെൻ ആ സമയത്തിൽ വളരെ കൂളായിട്ട് വി ഡിസൈഡഡ് ദറ്റ് ലൈക്ക് വി വിൽ വെയിറ്റ് ഓക്കെ ഫോർ ദിസ് ടു പാസ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് കാര്യങ്ങളൊക്കെ ചെയ്യാം എന്ന രീതിയിൽ ഇലക്ഷൻ നമ്മളൊരു പ്രയോറിറ്റി ആയിട്ട് തന്നെ എടുത്തിട്ട് വളരെ ഭംഗിയായിട്ട് 0 ഇൻസിഡൻസസ് 0 ഇഷ്യൂസ് നല്ല രീതിയിൽ നമുക്ക് ചെയ്യാൻ സാധിച്ചു. അത് കഴിഞ്ഞിട്ട് ഐ ഹാഡ് ദ ഓപ്പർച്യൂണിറ്റി ടു ഇൻറ്ററാക്ട് വിത്ത് ദ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ. അപ്പോൾ ആ സമയത്തിലെ സർ കൺഗ്രാജുലേറ്റഡ് അസ് because it was a very high profile sensitive election, but the way Wayanad handled was very well പറഞ്ഞിട്ട് സാറിൻ്റെ ഒരു അപ്രിസിയേഷനും കിട്ടിയിട്ടുണ്ടായിരുന്നു. മാം എസ്പെഷ്യലി ദുരന്തബാധിത ആൾക്കാർ, അപ്പം എനിക്ക് തോന്നുന്നു ആ സമയത്ത് നേരത്തെ മാം പറഞ്ഞാൽ എല്ലാവരും വാടക വീട്ടിലായിരുന്നു. സോ ഹൗ ഡിഡ് യു മാനേജ്, എങ്ങനെയായിരുന്നു ഇവരൊക്കെ മൊബിലൈസ് ചെയ്ത് ഈ പറഞ്ഞ ഇലക്ഷൻ സെൻറ്ററിലേക്ക് എത്തിച്ചതും എസ്പെഷ്യലി ആ വോട്ടിംഗ് പ്രോസസ്സ് കാര്യക്ഷമമാക്കി എങ്ങനെയാണ് നടത്തിയിരുന്നത്? നമ്മൾ വി കേം അപ്പ് വിത്ത് വോട്ട് വണ്ടി. സോ പല മേഖലയിൽ നിന്നും ദുരന്തബാധിതരും താമസിച്ച് വരുന്ന ആൾക്കാരെന്നെ വേണ്ടി KSRTC കൂടി നമ്മൾ ടൈപ്പ് ചെയ്തിട്ട് 3-4 ട്രിപ്സ് നമ്മൾ മേപ്പാടി വരെ അവരെ എത്തിക്കുന്നതും പിന്നെ അവരെ 2 ബൂത്തിലേക്ക് എത്തിക്കുന്ന ഒരു പരിപാടിയായിരുന്നു. സോ വളരെ നല്ല രീതിയിൽ വോട്ടർ ടേൺഔട്ട് ഉണ്ടായിരുന്നു. ആൻഡ് വെൻ ദേ കെയിം ഇറ്റ് വാസ് ലൈക്ക് എ റീയൂണിയൻ. പല ഭാഗത്തിൽ നിന്നും താമസിക്കുന്ന ആൾക്കാരും അന്നത്തെ ദിവസം എല്ലാവർക്കും ഒത്തുചേരാനുള്ള ഒരു അവസരം കൂടിയായിരുന്നു. When they came, we welcomed them with a rose. So it was a heart-touching moment actually. Okay. And എനിക്ക് തോന്നുന്നു വയനാട് ഇലക്ഷൻ ഹാസ് എ സെപ്പറേറ്റ് ഫാൻ ബേസ്. ആദ്യത്തെ തവണ തുമ്പിയായിരുന്നു, സ്വീറ്റി എന്ന് പറഞ്ഞ തുമ്പിയായിരുന്നു. രണ്ടാമത്തെ തവണ നമുക്ക് ചെല്ലപ്പനായിരുന്നു. സോ ഹു ഈസ് ആക്ച്വലി ബിഹൈൻഡ് ഓൾ ദിസ് ക്രിയേറ്റീവ്, എങ്ങനെയായിരുന്നു ആ ഒരു മേജർ ഫോഴ്സ് എന്താണ്? ബിക്കോസ് എവറി ടൈം വയനാട് കംസ് അപ്പ് ഇൻ ദ ഫസ്റ്റ്. വയനാടിൻ്റെ ഒരു നല്ല ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഒരു ടീമുണ്ട്. സോ അതിൽ നമ്മൾ നിവേദായിരിക്കും, അസിസ്റ്റന്റ് കളക്ടർ ആയിരിക്കും, എൻ്റെ സോഷ്യൽ മീഡിയയുടെ ടീമായിരിക്കും, ഇലക്ഷൻ്റെ വിങ്ങിലുള്ള കുറച്ച് ആൾക്കാരാണ്, NICയിലുള്ള കുറച്ച് ആൾക്കാരാണ്. സോ ദേ ആർ ദ വൺസ് ഹൂ ആക്ച്വലി വർക്ക് ഇൻ ദ ബാക്ക്ഗ്രൗണ്ട് ആൻഡ് കം അപ്പ് വിത്ത് ഓൾ ദീസ് വണ്ടർഫുൾ ഐഡിയാസ്. സ്വീറ്റി ഐ തിങ്ക് സബ് കളക്ടർ വാസ് ഓൾസോ ഇൻവോൾവ്. ആ സമയത്തിലെ സാഗറായിരുന്നു. ദെൻ വോട്ട് ചെല്ലപ്പൻ അർച്ചനയുടെ ഒരു contribution ആണ്. So many people have come up with this wonderful thoughts, but somehow like interns ന്റെ ഒരു നല്ല രീതിയിലുള്ള ഇൻവോൾവ്മെന്റ് entire sweep activities നമുക്ക് കാണാം. And because of all these things, we got a award from the Honorable President of India for innovative voter awareness practices involving tribes, tribal languages. എല്ലാ ഭാഷയിലും നമ്മൾ മലയാളം ഇംഗ്ലീഷ് മാത്രമല്ലാതെ പണിയ അങ്ങനെയുള്ള ഡയലക്ട്സിലെ ഇൻവോൾവിങ് ദം നമ്മൾ നല്ല റീച്ച് നമുക്ക് കിട്ടി.
സോ ഓരോരോ ഉന്നതികളിലും നമുക്ക് ഈ മെസ്സേജ് നമുക്ക് കൊടുക്കാൻ സാധിച്ചു. ഓക്കെ. എനിക്ക് തോന്നുന്നു അതിനുശേഷമുള്ള എനിക്ക് തോന്നുന്നു തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുമ്പായിരുന്നു SIR എന്ന് പറഞ്ഞ ഒരു പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്തത്. എനിക്ക് തോന്നുന്നു എല്ലാ പ്രാവശ്യത്തെ പോലെ ഏത് ഒരു ഇനിഷ്യേറ്റീവ് എടുത്താലും, ഇപ്പം സെൻസസ് എടുത്താലും SIR എടുത്താലും, ഏത് ഇനിഷ്യേറ്റീവ് എടുത്താലും ആദ്യം കംപ്ലീറ്റ് ചെയ്യുന്ന ജില്ല വയനാടായിരിക്കും. ആൻഡ് വാട്ട് എവർ മേ ബി ദ ഇനിഷ്യേറ്റീവ്. സോ ഹൗ വാസ് ദ SIR എനിക്ക് തോന്നുന്നു ഡിഫറെൻറ്റ് ഫ്രം അതർ ഇനിഷ്യേറ്റീവ്സ് ആൻഡ് അതർ പ്രോജക്ട്സ്? ആൻഡ് ഐ തിങ്ക് എത്രയോ കൊല്ലത്തിന് ശേഷമാണ് SIR നമ്മൾ ചെയ്യുന്നത്. ആൻഡ് സോ ഹൗ ഡിഫിക്കൽട്ട് ഇറ്റ് വാസ് ടു ക്രോസ് ദാറ്റ് ചാലഞ്ച്? സോ നമുക്ക് SIR നടക്കുന്ന സമയത്തിൽ എല്ലാവരും പറയുന്നതും ഇറ്റ്സ് എ സ്മോൾ ഡിസ്ട്രിക്ട്, സോ യു വിൽ ബി ഏബിൾ ടു ഡു. ബട്ട് വയനാട് ജിയോഗ്രഫിക്കൽ ഇറ്റ്സ് എ വെരി ചാലഞ്ചിങ് ഡിസ്ട്രിക്ട്. ബിക്കോസ് ഈ ഒക്കെ ഇൻഡിവിജ്വൽ സർവേസ് ചെയ്യുമ്പോൾ, മറ്റുള്ള ആക്ടിവിറ്റീസ് ചെയ്യുമ്പോൾ, മറ്റുള്ള മേഖലയാണെങ്കിൽ നമുക്കൊരു 5-6 മണി കഴിഞ്ഞിട്ട് നൈറ്റ് ഔട്ട് വിത്ത് BLO അങ്ങനെയുള്ള പരിപാടികളിൽ നമുക്ക് പങ്കെടുക്കാൻ സാധിക്കും. പക്ഷേ വയനാട്ടിലെ 6 മണിക്ക് ശേഷം വി ടെൽ ദം പ്ലീസ് ഡോണ്ട് ഗോ ഔട്ട് അൺനെസസറിലി. ആനയോ കടുവയോ ഉണ്ടായിരിക്കും, പിന്നെ നിങ്ങളെ പിന്നാലെ നാ ഓടി എത്തേണ്ടി വരും. സോ ബിക്കോസ് ദ ലിമിറ്റഡ് ടൈം, ലിമിറ്റഡ് ഡേ ലൈറ്റ് ഈസ് വാട്ട് വി ഗെറ്റ്. ആൻഡ് ഒരുപാട് ട്രൈബൽ മേഖലയിലെ ജീവിച്ചു വരുന്ന ആൾക്കാരായതുകൊണ്ട് തന്നെ അവരെ പിടിക്കുന്നത് ബുദ്ധിമുട്ടാണ്. ബിക്കോസ് ആൻഡ് വി ഹാവ് ടു എൻഷുർ നോബഡി ഈസ് ലെഫ്റ്റ് ഔട്ട്. പരാതി ഇല്ലാത്ത രീതിയിൽ. ആൻഡ് ദെൻ ഒപ്പോസിഷൻ ഉണ്ട്, റൂളിംഗ് പാർട്ടി ഉണ്ട്, രണ്ടാൾക്കാരെ നമ്മൾ ഒരുമിച്ച് കൊണ്ടുപോകണം. വി ഹാവ് ടു വി ഹാവ് ടു എൻഷുർ ദാറ്റ് നോബഡി ഈസ് ലെഫ്റ്റ് ഔട്ട് ഫ്രം ദ എൻറ്റയർ പ്രോസസ്. സോ ദാറ്റ് വാസ് വെരി ചാലഞ്ചിങ്. പക്ഷേ നല്ല രീതിയിലുള്ള സപ്പോർട്ട് നമുക്ക് ജനപ്രതിനിധികളുടെ ഭാഗത്തിൽ നിന്നും കിട്ടിയിട്ടുണ്ടായിരുന്നു. രാഷ്ട്രീയമല്ലാതെ ഒപ്പോസിഷൻ, റൂളിംഗ് പാർട്ടി, എവ്രിബഡി, ഓൾ ഓഫ് ദം. ആൻഡ് വൺ agenda or one kind of a mission that we had was at every point of time we kept all of them in confidence. ഇങ്ങനെയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. സോ ഓൾ പാർട്ടി മീറ്റിംഗ്സ് എൻ്റെ ലെവലിലെ, താലൂക്ക് ലെവലിലെ, തഹസീൽദാർ ലെവലിലെ, സബ് കളക്ടർ ലെവലിലെ, റിട്ടേണിംഗ് ഓഫീസേഴ്സ് ലെവലിലെ, സോ ദാറ്റ് ലൈക്ക് എവറിബഡി ഫീൽസ് ദാറ്റ് ദേ ആർ പാർട്ട് ഓഫ് ഇറ്റ്. ആൻഡ് BLOമാരുടെ നല്ല രീതിയിലുള്ള ഒരു ഇടപെടൽ, നല്ല രീതിയിലുള്ള ഒരു ആക്ടിവിറ്റീസ്. ആൻഡ് പ്രൊമോട്ടേഴ്സ്, വെനെവർ ദേ ആർ ഗോയിങ് ടു ഉന്നതീസ്, പ്രൊമോട്ടേഴ്സിനെ അവരെ കൂടി ടാഗ് ചെയ്തു. ആൻഡ് സോഷ്യൽ ജസ്റ്റിസ് ഡിപ്പാർട്ട്മെൻറ്റ് ഫോർ ഇൻസ്റ്റൻസ്. സോ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റ്സിൻ്റെ WCD, അംഗനവാടീസ്, കുടുംബശ്രീ, അയൽക്കൂട്ടത്തിലെ SIR ഡിസ്കഷൻ നടന്നു. ആൻഡ് വി സെറ്റപ്പ് നമ്മളെ ഈ സൺഡേസ് മാസസ് നടക്കുന്ന സ്ഥലത്തിന് അടുത്ത നമുക്ക് എവിടെയെങ്കിലും ഒരു ഗവൺമെൻറ്റിൻ്റെ ഒരു സ്ഥാപനത്തിൽ നമ്മളൊരു ക്യാമ്പ്സ് സെറ്റപ്പ് ചെയ്തു. സോ ദാറ്റ് ആൻഡ് ദെൻ അമ്പലത്തിൽ പോകുന്ന ആൾക്കാരിനെ, മോസ്കിന് പോകുന്ന ആൾക്കാരിനെ. സോ വി അപ്പീൽ ടു ഓൾ ഓഫ് ദം ദാറ്റ് ലൈക്ക് വി ഹാവ് ദിസ് എൻറോൾമെൻറ്റ് ഗോയിങ് ഓൺ. അപ്പോൾ നിങ്ങൾക്ക് വീട്ടിൽ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പ്ലീസ് കം ഓവർ ഹിയർ. അതിൻ്റെ നല്ല രീതിയിലുള്ള ഒരു പ്രചരണ, സോഷ്യൽ മീഡിയയുടെ നല്ല രീതിയിലുള്ള ഒരു ക്യാമ്പയിനിങ്, കുഡോസ് ടു മൈ സോഷ്യൽ മീഡിയ ടീം. സോ അങ്ങനെ ഒരു 365 ഡിഗ്രി ഇൻവോൾവ്മെന്റ് ആയിരുന്നു. ആൻഡ് വി വർ ഏബിൾ ടു ഫിനിഷ് ഫസ്റ്റ്. എനിക്ക് തോന്നുന്നു ഈ സോഷ്യൽ മീഡിയ പറഞ്ഞ സമയത്ത് ബാക്കി എല്ലാവരും SIR ഭയങ്കര ചാലഞ്ചിങ് ആണ്, ഒരു ഭയങ്കര ടൈം കൺസ്യൂമിംഗ് ആണെന്ന് പറയുന്ന സമയത്ത് വയനാട്ടിലുള്ള ആൾക്കാർ റീൽ എടുത്തിട്ട് അവർ ഞാൻ ഫസ്റ്റ് അടിച്ചു, ഞാൻ അടുത്ത പ്രാവശ്യം ഞാൻ അടിക്കാൻ പോവാണ്. ആൻഡ് ദേ വർ ഓൾസോ പോസ്റ്റേഴ്സ് കമ്മിങ് കൺഗ്രാജുലേറ്റിംഗ് ദം. ആൻഡ് എനിക്ക് തോന്നുന്നു ടീ സെഷൻസ് അവരായിട്ട് മാം കണ്ടക്ട് ചെയ്യായിരുന്നു. എനിക്ക് തോന്നുന്നു എസ്പെഷ്യലി ടു ബൂസ്റ്റ് ദാറ്റ് മൊറൈൽ. സോ ഹൗ വാസ്, എനിക്ക് തോന്നുന്നു സോഷ്യൽ മീഡിയ റിയലി മെയ്ഡ് ദാറ്റ് ഡിഫറൻസ്. കറക്റ്റ്. ടീ ചാറ്റ് വിത്ത് BLOs. സോ അതും കൂടി ഒരു ഇൻട്രസ്റ്റിംഗ് തിങ് ആണ്. ബിക്കോസ് ആ ദുരന്തം നടന്നു, ദെൻ ആ സമയത്തിൽ ഇലക്ഷൻ നടന്നു, ആൻഡ് കണ്ടിന്യൂസ്ലി യു ആർ ഹാവിങ് സോ മെനി ക്രൈസിസ്, സോ മെനി ചാലഞ്ചിങ് എൻവിറോൺമെൻറ്റ്സ്. അപ്പോൾ ആ സമയത്തിൽ ഏത് ക്രൈസിസ് വന്നാലും ഇറ്റ് വിൽ ബി സെയിം സെറ്റ് ഓഫ് പീപ്പിൾ വിൽ ബി വർക്കിംഗ് ഡേ ആൻഡ് നൈറ്റ്. സെയിം സ്റ്റാഫ് വിൽ ബി വർക്കിംഗ് ഡേ ആൻഡ് നൈറ്റ്. സെയിം തഹസീൽദാർസ് വിൽ ബി വർക്കിംഗ്. സോ ടു ബൂസ്റ്റ് ദെയർ കോൺഫിഡൻസ് ആൻഡ് ലൈക്ക് ഒരു ഇന്റർപേഴ്സണൽ റാപ്പോ ബിൽഡ് ചെയ്യാനുള്ള ഒരു പരിപാടിയായിരുന്നു ടീ ചാറ്റ്. അതിൽ ഒരു ഇൻഫോർമൽ സെഷൻ, ഹാവ് ചാറ്റ് വിത്ത് ഡിസ്ട്രിക്ട് കളക്ടർ എല്ലാം വിത്ത് യുവർ ടീം. എൻ്റെ ക്യാമ്പ് ഓഫീസിലെ ടീംസ് ആയിട്ട്, സെക്ഷൻസ് ആയിട്ട് അവർ വരും. നമ്മൾ അവരെ കൂടെ സംസാരിക്കും, വർത്തമാനം പറയും. ബിക്കോസ് നമ്മൾ എത്രയോ ദിവസം ഒരാളെ കൂടെ നമ്മൾ ജോലി ചെയ്യുമായിരിക്കും. പക്ഷേ അദ്ദേഹത്തിന് ശരിക്കും വീട് എവിടെ, വൈഫ് എവിടെയാണ്, ഫാമിലീസ് എവിടെയാണ്, കുട്ടികൾ എന്ത് ചെയ്യുന്നു, ഒരിക്കലും ആർക്കും അങ്ങനെയുള്ള ഒരു നേരം ഉണ്ടാവുന്നില്ല, ചോദിക്കാനുള്ള സമയമോ പ്രസക്തിയോ ഉണ്ടാവില്ല. വെൻ യു സിറ്റിംഗ് ഇൻ ഓഫീസ് ആൻഡ് യു ആർ ഫയർ ഫൈറ്റിംഗ് ഓൾവേസ്. പക്ഷേ ദേ ആർ ഓൾസോ ഹ്യൂമൻ ബീയിങ്സ്. ഐ എം ഓൾസോ എ ഹ്യൂമൻ ബീയിങ്. വി ആർ ഓൾ ഹിയർ ടു വർക്ക് ആസ് എ ടീം. സോ ആ ടീ ചാറ്റ് വാസ് എ ബിഗ് ഹിറ്റ്. സോ നല്ല രീതിയിലുള്ള ഒരു ഇന്റർപേഴ്സണൽ സ്കിൽസ്, ടീം ബിൽഡിംഗ് സ്കിൽസ് നമുക്ക് ഉണ്ടാക്കാൻ സാധിച്ചു. So the same thing we extended to BLOs also. So whichever BLO completes first set
ഒരു 10-15 ആൾക്കാരും കംപ്ലീറ്റ് ചെയ്യുമ്പോൾ we had a tea chat with them. So they will come and share their experiences. Our supervisorsum എല്ലാവരും ഇങ്ങനെയാണ് ചെയ്തത്. So that became a motivation. So all of them started competing and then completing. Then നല്ല രീതിയിൽ സോഷ്യൽ മീഡിയയിൽ ഇതിൻ്റെ കവറേജ് ഒക്കെ എല്ലാം വന്നു. So it was a big hit. ഓക്കെ, അതേ അതിന് കൂടെ തന്നെയുള്ള പ്രോഗ്രാംസ് ആയിരുന്നു ഗുഡ് മോർണിംഗ് കളക്ടർ, പിന്നെ ബോട്ടിക് ഓഫ് ബുക്സ്, അങ്ങനെ DC പരിഹാരം. ആൻഡ് ദിസ് വാസ് സം ഓഫ് ദ ഒരു പുതിയൊരു ഇനിഷ്യേറ്റീവ്സ് ആയിരുന്നു. അപ്പം അതൊക്കെ തുടങ്ങാനുള്ള ഒരു പ്രചോദനം എന്തായിരുന്നു, എസ്പെഷ്യലി ഗുഡ് മോർണിംഗ് കളക്ടർ? ഗുഡ് മോർണിംഗ് കളക്ടർ ഇസ് സംതിങ് ദാറ്റ് ഇസ് വെരി ക്ലോസ് ടു മൈ ഹാർട്ട്. ബിക്കോസ് ചെറുപ്പത്തിൽ ഞാനിങ്ങനെ ഒരു കളക്ടറോ ഒരു തഹസീൽ ഫർഗെറ്റ് കളക്ടറോ ഒരു തഹസീൽ അങ്ങനെ ഒരു അനുഭവം എനിക്കില്ല. എങ്ങനെയാണ് ഒരു വർക്ക് ചെയ്യൂ, ഹൂ ആർ ദേ, അവരെ നേരിട്ട് കാണാനോ ഒരു പരിചയപ്പെടുത്താനോ ഉള്ള ഒരു opportunity എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. സോ വെൻ ഐ ബിക്കേം എ കളക്ടർ ഐ വാണ്ടഡ് ചിൽഡ്രൻ, എസ്പെഷ്യലി സ്കൂൾ ചിൽഡ്രൻ, സ്റ്റുഡൻസ് ടു കം ഓവർ ആൻഡ് വിസിറ്റ് ദ കളക്ടർ ആൻഡ് സീ വാട്ട് എ കളക്ടർ ഡേഴ്സ് ഓർ ഹൗ അഡ്മിനിസ്ട്രേഷൻ വർക്ക്സ്. ബിക്കോസ് എപ്പോഴും യൂഷ്വലി എല്ലാവരും പറയുന്ന സിസ്റ്റം പറയുമ്പോൾ ഭയങ്കര സ്ലോ ആണ്, അത് നടക്കുന്നില്ല, ഇത് നടക്കുന്നില്ല. യെസ് ബട്ട് ദേ ഓൾസോ ഹാവ് ടു എക്സ്പീരിയൻസ് ലൈക്ക് വാട്ട് ഇറ്റ് ഇസ്. അത് ഒന്നായിരുന്നു. പിന്നെ രണ്ടാമത്തതും അറ്റ്ലീസ്റ്റ് സം പീപ്പിൾ വിൽ ഗെറ്റ് മോട്ടിവേറ്റഡ്. കളക്ടർ പറഞ്ഞാൽ എവിടെയോ ഇരിക്കുന്ന ഒരു ഇതൊന്നും അല്ല. ഐ എം ഓൾസോ എ നോർമൽ ഹ്യൂമൻ ബീങ്. ഐ വാണ്ട് ടു സെൻഡ് എ മെസ്സേജ് ടു ദ ചിൽഡ്രൻ ദാറ്റ് ഇഫ് ഐ ആം ഏബിൾ ടു സിറ്റ് ഹിയർ, each one of you are equally capable to do whatever you want to do in life, as long as you are willing to work for it. And ഒരു കോൺഫിഡൻസ്. പിന്നെ at the same time it is a way to understand നമ്മളെ നെക്സ്റ്റ് ജനറേഷൻ എങ്ങനെയാണ്, എങ്ങോട്ടാണ് പോകുന്നത്. ഐ ഓൾവേസ് ബിലീവ് ദാറ്റ് നമ്മുടെ എല്ലാ ജോലിയുടെ കൂടെ തന്നെ നെക്സ്റ്റ് ജനറേഷനെ മൗൾഡ് ചെയ്ത് എടുക്കാനുള്ള ഒരു വലിയ ഉത്തരവാദിത്വ ആൾക്കാരാണ് നമ്മളെല്ലാവരും. സോ അതിൻ്റെ ഭാഗമായിട്ട് ഉള്ള ഒരു പരിപാടിയാണ്. അതുപോലെ തന്നെ DC പരിഹാരം അഗെയിൻ എപ്പോഴും കളക്ടറെ കാണാനോ പരാതി പറയാനോ ആൾക്കാർ ഇങ്ങോട്ട് വരുന്ന ഒരു പരിപാടിയുണ്ട്. അതല്ലാതെ വ്യത്യസ്തമായിട്ട് നമ്മൾ അവരെ കൂടെ ഇരുന്നിട്ട് അവരുടെ പരാതികൾ എന്താണ്, അവരുടെ പ്രശ്നങ്ങൾ എന്താണ് മനസ്സിലാക്കാനുള്ള ഒരു വേദിയാണ്. സോ ഓരോരോ പഞ്ചായത്ത് വൈസ് നമ്മൾ അദാലത്ത് ചെയ്യും. അതിനെ മുൻകൂറായിട്ട് തന്നെ ഒരുപാട് വർക്കുണ്ട് ഇതിൽ. ബിക്കോസ് നേരത്തെ തന്നെ ഫോർ എക്സാമ്പിൾ നാളെ നമ്മൾ നൂൽപ്പുഴ പോവും പറഞ്ഞാൽ ഐ തിങ്ക് 1 month ബിഫോർ വി സ്റ്റാർട്ട് ടേക്കിംഗ് ഓൾ ദ കംപ്ലൈൻറ്റ്സ്. പരമാവധി അത് നമ്മൾ റിഡ്രസ് ചെയ്യാൻ ശ്രമിക്കും. ലാസ്റ്റ് മാത്രമാണ് നമ്മൾ അവിടെ പോയി അവരെടുത്ത പരിഹാരമായ കാര്യങ്ങളൊക്കെ എല്ലാം നമ്മൾ അവിടെ തന്നെ ഓർഡേഴ്സ് ഒക്കെ ഇഷ്യൂ ചെയ്തിട്ട് കൊടുക്കും. ബാക്കിയുള്ളത് നമുക്ക് ഇൻ കേസ് ഫർദർ ഫോളോ അപ്പ് ആവശ്യം ഉണ്ടെങ്കിൽ അത് സ്പീഡ് ട്രാക്ക് ചെയ്തിട്ട് നമ്മൾ അവർക്ക് തരുന്ന ഒരു പരിപാടി. എനിക്ക് തോന്നുന്നു അതുകൂടെ തന്നെ ഒരു ബൊക്കെ ഓഫ് ബുക്സ്, എനിക്ക് തോന്നുന്നു ജില്ലയിലെ ലൈബ്രറികളിൽ എല്ലാം ഒന്ന് ഒരു അടുത്ത ലെവലിലേക്ക് അപ്ഗ്രേഡ് ചെയ്യാനുള്ള ഒരു പ്രൊജക്റ്റ് ആയിരുന്നു. അപ്പോൾ അതും എങ്ങനെയായിരുന്നു അത് സ്റ്റാർട്ട് ചെയ്തത്? യൂഷ്വലി നമ്മൾ എവിടെ പോവുകയാണെങ്കിലും ദേ ഗിവ് us a lot of mementos, ബൊക്കേസും അതൊക്കെ എല്ലാം. അപ്പോൾ ഇറ്റ്സ് എ വേസ്റ്റ് ഓഫ് റിസോഴ്സസ് എന്താണ് ഞാൻ മനസ്സിലാക്കുന്നതും. സോ വി കെയിം അപ്പ് വിത്ത് എ പ്രോജക്റ്റ് ബൊക്കെ ഓഫ് ബുക്സ്. സോ ഇൻസ്റ്റെഡ് ഓഫ് ഡൊണേറ്റിംഗ് or like presenting mementos and bouquets, give books. അത് നമ്മളെ സാമൂഹിക പഠനമുറിയിലേക്ക് പോകും, പബ്ലിക് ലൈബ്രറീസിലോട്ടും പോകും. സോ ദാറ്റ് അഗെയിൻ ക്രിയേറ്റഡ് എ സെൻസേഷൻ. വി ഗോട്ട് എ ലോട്ട് ഓഫ് ബുക്സ്. ലൈബ്രറി കൗൺസിൽ അങ്ങനെയുള്ളതും പിന്നെ NGOs ഒരുപാട് ബുക്സ് നമുക്ക് കൊണ്ടുവന്നു. അതൊക്കെ എല്ലാം നമ്മൾ ലൈബ്രറീസിനും സാമൂഹിക പഠനമുറികളിലും നമുക്ക് കൊടുക്കാൻ സാധിച്ചു. സോ ഇൻസ്റ്റെഡ് ഓഫ് വേസ്റ്റിംഗ് റിസോഴ്സസ് ഓൺ ലൈക്ക് ഓൾ ദീസ് തിങ്സ്, അത് വായിച്ചിട്ട് കുട്ടികളിന് എന്തെങ്കിലും ഒരു നല്ലത് കിട്ടിയാൽ ഐ തിങ്ക് that is something that we can give to them. Okay. And as you had later mentioned, കുറേ നമുക്ക് ECAയുടെ അവാർഡ് കിട്ടിയെന്ന് പറഞ്ഞു. സോ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ കാണാറുണ്ട് അവാർഡുകളുടെ കളക്ടർ എന്നുള്ളൊരു മാം ഇങ്ങനെ ചിലർക്ക് മെൻഷൻ ചെയ്യാറുണ്ട്. സോ വിച്ച് ഈസ് ദ വൺ അവാർഡ് അല്ലെങ്കിൽ ഒരു ദാറ്റ് യു ഫീൽ സോ ക്ലോസ് ടു യുവർ ഹാർട്ട്? മാം ഏറ്റവും കൂടുതൽ പേഴ്സണലായിട്ട് തോന്നിയ ഒരു അവാർഡ് ഏതൊക്കെയാണ്? See, I would say more than anything, the acceptance people of Wayanad have given to me. That is the greatest achievement for any collector. ഇപ്പോഴും ഞാൻ പുറത്ത് പോവുകയാണെങ്കിലും or like whenever there is an interaction with them, the kind of warmth and love I get is above any of it. But എന്തായാലും the Honorable President of India തന്നെ തന്ന Election Commission of Indiaയുടെ award is
I was very fortunate to get that. And Honorable Prime Ministerനെ കൂടെ ഒരു ഇൻറ്ററാക്ഷൻ പ്രോഗ്രാം ചീഫ് സെക്രട്ടറീസ് ആനുവൽ കോൺഫറൻസിലെ അവരെ കൂടെ ഓൾമോസ്റ്റ് ഒരു 3-4 ഡേയ്സ് എനിക്ക് സമയം ചെലവഴിക്കാൻ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഹോണറബിൾ CMൻ്റെ ഒരുപാട് അവാർഡ്സ് നമുക്ക് ജില്ലയ്ക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് ഭരണഭാഷ ആയിരിക്കും, നമ്മളെ സോഷ്യൽ മീഡിയ, ദെൻ കോവിഡ് മാനേജ്മെൻറ്റ്, ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ്, ഇങ്ങനെയുള്ള പല ഇതിലും. പിന്നെ ICDSൻ്റെ ഒരു മികച്ച കളക്ടർ പറഞ്ഞിട്ടൊരു അവാർഡ് നമുക്കുണ്ടായിരുന്നു. ദാറ്റ് വാസ് അഗെയിൻ വെരി, ബിക്കോസ് അംഗൻവാടീസ് വാസ് സംതിങ് ദാറ്റ് ഐ ഓൾവേസ് എൻ്റെ വിഷൻ ബുക്കിലുണ്ടായിരുന്ന കാര്യങ്ങളായിരുന്നു. സ്ട്രെങ്തനിങ് ഓഫ് അംഗൻവാടി, സ്ട്രെങ്തനിങ് ഓഫ് ഹെൽത്ത് ഇൻഫ്രാസ്ട്രക്ചർ, വയനാടിൻ്റെ മെഡിക്കൽ കോളേജ്, ട്രൈബലിൻ്റെ എംപവർമെൻറ്റ്, ആൻഡ് ദെൻ ലൈക്ക് 1000 ആൾക്കാരിനെ പട്ടയം കൊടുക്കുന്നതും, ലാൻഡ് ഇഷ്യൂസ്. സോ ദീസ് വർ ഓൾ the vision list with which I came to വയനാട്. സോ അതിലെ അതൊക്കെ നമുക്ക് ചെയ്യാൻ സാധിച്ചത് മാത്രമല്ലാതെ അതിന് കൂടെ അവാർഡും കൂടി കിട്ടിയത് ഒരു ബോണസ് തന്നെയാണ്. ദെൻ ഹോണറബിൾ ഗവർണറിൽ നിന്നും ഇലക്ഷനിൻ്റെ നമുക്കൊരു അവാർഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു. സോ വി വർ വെരി ഫോർച്ചുനേറ്റ് ആൻഡ് ലക്കി ടു ഗെറ്റ് all these things, recognitions and appreciations. പക്ഷേ ഒരിക്കലും അവാർഡിന് വേണ്ടി ജോലി ചെയ്തതല്ല. ബട്ട് വി വർ വെരി ഫോർച്ചുനേറ്റ് ബിക്കോസ് ഒരുപാട് ആൾക്കാർ ജോലി ചെയ്യും പക്ഷേ റെക്കഗ്നിഷൻ കിട്ടാതെ പോകും. പക്ഷെ നമുക്ക് ജോലി ചെയ്യാനും ഓപ്പർച്യൂണിറ്റി കിട്ടി, അറ്റ് ദ സെയിം ടൈം റെക്കഗ്നിഷനും കിട്ടി. യെസ്, അത് നമ്മളെ ഭാഗ്യം തന്നെയാണ്. മാം, ഈ വിഷനിൽ ഇനി ഏതെങ്കിലും മാമിൻ്റെ ഒരു കാഴ്ചപ്പാടിൽ വയനാട്ടിലേക്ക് ഒരു വിഷൻ 2047 എത്തുമ്പോഴത്തേക്ക് വാട്ട് ഓൾ തിങ്സ് വയനാട് ഷുഡ് അച്ചീവ്, എന്തൊക്കെ കാര്യങ്ങളായിരിക്കണം വയനാട് ആ സമയത്തേക്ക് നമുക്കൊരു ഷുഡ് ബി റെഡി വിത്ത് ദാറ്റ്? ഫസ്റ്റ് ഡെഫിനറ്റ്ലി ഇറ്റ് വുഡ് ബി ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ്. Because any ഒരു വലിയ challenge for any administrator is how to handle disasters, how to prevent the disasters, human animal conflicts. ആൻഡ് എല്ലാവരും പറയുന്നതും നമുക്ക് എയർപോർട്ട് വന്നാൽ റെയിൽവേ സ്റ്റേഷൻ വന്നാൽ മാത്രമേ, ശരിക്കും ഒരിക്കലും എനിക്കൊരു അതിൻ്റെ നിയോജിപ്പൊന്നും ഇല്ല. ഡെഫിനറ്റ്ലി വി റിക്വയർ ദാറ്റ്. നമുക്ക് എയർ സ്ട്രിപ്പ് വേണം, ആൻഡ് ദെൻ ലൈക്ക് ഓൾ ദ മീൻസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ വേണം, നമുക്ക് നല്ല ട്രാൻസ്പോർട്ടേഷൻ വേണം. ബട്ട് അറ്റ് ദ സെയിം ടൈം നമ്മൾ ഓരോരോ പഞ്ചായത്തിലുള്ള ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ ഒരു ഡെവലപ്മെൻറ്റ്, ആക്സസ് ടു റിസോഴ്സസ്, ആക്സസ് ടു ഹെൽത്ത് കെയർ സിസ്റ്റം, എഡ്യൂക്കേഷൻ, അംഗനവാടി, മൈന്യൂട്ട് ലെവലിൽ ഓരോരോ താഴെത്തൊട്ടും നമുക്ക് ഡെവലപ്മെൻറ്റ് കാണാൻ സാധിക്കണം. എസ്പെഷ്യലി ട്രൈബൽ മേഖലയിലെ ഒരുപാട് ആക്ടിവിറ്റീസ് നമുക്ക് ചെയ്യാനുണ്ട്. എല്ലാവർക്കും ഹയർ എഡ്യൂക്കേഷനിൽ താല്പര്യം ഉണ്ടാവാനൊന്നുമില്ല, ബട്ട് ദേ ഹാവ് എക്സലൻറ്റ് ടാലൻറ്റ് ഇൻ അതർ ഫീൽഡ്സ്. സോ അവർക്കായിട്ടുള്ള ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു പരിഗണന, പ്രത്യേകമായിട്ടുള്ള ഒരു സ്കില്ലിംഗ് ആക്ടിവിറ്റീസ് നമ്മൾ അമൃതിലെ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ദേ ഡു എ ലോട്ട് ഓഫ് ആർട്ടിഫാക്ട്സ്. എന്നൂരിലും നമുക്ക് കുറേ ഒരുപാട് ഇതും കാര്യങ്ങൾ ചെയ്യാം. ബട്ട് ദിസ് ഇസ് ലൈക്ക് സംതിങ് ദറ്റ് ദേ ക്യാൻ മേക്ക് എ ലിവിങ് ഔട്ട് ഓഫ് ഇറ്റ്. ആ ലെവലിലേക്ക് ഒരു പ്രൊഫഷണൽ ഗ്രൂമിങ് നമുക്ക് ചെയ്യാൻ സാധിക്കണം. ആൻഡ് ദെൻ അറ്റ് ദ സെയിം ടൈം ഹയർ എഡ്യൂക്കേഷൻ എൻതൂസിയാസം ഉള്ള ആൾക്കാരിനെ നമുക്ക് അവിടെ കൊടുക്കണം. പിന്നെ ഹെൽത്ത് ഇൻഫ്രാസ്ട്രക്ചർ ഡെഫിനറ്റ്ലി മെഡിക്കൽ കോളേജിൻ്റെ ഒരു ഫുൾ ഫ്ലെജ്ഡ് ഇംപ്ലിമെൻറ്റേഷനിലേക്ക് നമുക്ക് പോകണം. ക്രിട്ടിക്കൽ ഹെൽത്ത് കെയർ. So still there is a lot of things and a long way to go. Okay ma'am, so last എനിക്ക് തോന്നുന്നു an important milestone അല്ലെങ്കിൽ ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ എന്ന് പറഞ്ഞാൽ വർക്ക് ലൈഫ് ബാലൻസ് ആയിരിക്കും. സോ ഈവൻ ആഫ്റ്റർ ഡൂയിങ് ഓൾ ദീസ് തിങ്സ് മാമിൻ്റെ ഫാമിലി ആയിട്ട് ടൈം സ്പെൻഡ് ചെയ്യാൻ എനിക്ക് തോന്നുന്നില്ല എത്രത്തോളം സമയം മാമിന് അത് കിട്ടുന്നുണ്ട്. സോ ഹൗ വാസ് യു, ബിക്കോസ് എനിക്ക് തോന്നുന്നു എല്ലാവരും ആസ്പിറൻസിൻ്റെ ഒരു കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ചോദ്യമായിരിക്കും ഹൗ ടു മാനേജ് ദ വർക്ക് ആൻഡ് ലൈഫ്. സോ വയനാട് വന്ന ശേഷം എങ്ങനെയായിരുന്നു, എസ്പെഷ്യലി ഡ്യൂറിങ് ദിസ് ക്രൈസിസ് ടൈം? സോ ഐ തിങ്ക് ഇതുവരെ ഞാൻ വളരെ പോസിറ്റീവായിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഐ വിഷ് I could end all this also positively, but unfortunately there is no balance. So let me be very frank, and this takes a lot of your time and yourself. Being a collector in a disaster affected district, handling 3 elections, then again one more disaster, census activities, SIR activities, VIP protocols, and then like along with that so many developmental activities. Nammala core റവന്യൂ ഫങ്ഷണറീസ് ആയിരിക്കും, ഡിപ്പാർട്ട്മെൻറ്റ്സിൻ്റെ മറ്റുള്ള ഐ തിങ്ക് കളക്ടർസ് ചെയർമാൻ ടു മോർ ദൻ 200 കമ്മിറ്റീസ്, അതിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുന്നതും ഓരോരോ വകുപ്പിലും നമുക്ക് ഒത്തിരി ഉത്തരവാദിത്വങ്ങളുള്ള ഒരു പോസ്റ്റ് ആയതുകൊണ്ട് തന്നെ ഇറ്റ് ഈസ് വെരി വെരി ചാലഞ്ചിങ് ടു ഹാവ് ദിസ് ബാലൻസ്. സോ ഐ വാസ് ഫോർച്ചുനേറ്റ് ടു ഹാവ് മൈ family with me, my husband with me, who supported me entirely in this journey. And
കുട്ടികളും 2 കുട്ടികളാണ്. സോ ദേ ആർ ഓൾസോ ഹിയർ ഇൻ വയനാട്, ദേ ആർ ഓൾസോ സ്റ്റഡിങ്. പക്ഷേ വീട്ടിലെത്തുമ്പോൾ അവരുള്ളത് കൊണ്ട് എനിക്കൊരു ഡിഫറൻസ് ആൻഡ് ഒരു റിലാക്സേഷൻ, ഒരു റിലീഫ് ഉണ്ടായിരുന്നു. ആൻഡ് ഐ വാസ് വെരി ചോദിക്കാറുണ്ട് അമ്മ ലീവ് എടുത്തത് വീട്ടിൽ നിൽക്കാറുണ്ടോ ചോദിക്കാറുണ്ടോ? ലീവ് എടുത്തിട്ട് അങ്ങനെ നിൽക്കാനുള്ള ഒരു ഇതൊന്നും കിട്ടില്ല. ബട്ട് സിൻസ് ദേ ആർ ദെയർ, ഇറ്റ് ഈസ് എ വെരി ഗുഡ് റിഫ്രഷിംഗ് ചേഞ്ച്. ചിൽഡ്രൻ സ്ലോ us down and we have to go to their level to interact with them, and it is very very essential. ഇത്രയും ഫാസ്റ്റ് പേസിൽ നമ്മൾ പോകുമ്പോൾ സംടൈംസ് യുവർ മൈൻഡ് ജസ്റ്റ് ഡസൻറ്റ് സ്റ്റോപ്പ് തിങ്കിങ് or just doesn't stop working. ബട്ട് കുട്ടികളെ കാണുമ്പോൾ, വീട്ടിലെ ഹസ്ബൻഡിനെ കാണുമ്പോൾ, ഫാമിലീസിനെ കാണുമ്പോൾ ഒരു സമാധാനമുണ്ട് വീട്ടിലെ. സോ അതുകൊണ്ട് തന്നെ ഐ തിങ്ക് ഐ വാസ് ഏബിൾ ടു somehow manage this. Okay. Thanks a lot, ma'am. And we are so fortunate to have you as a district collector, especially during this crisis time. And we wish to have you back as a collector or in other post. And നേരത്തെ മാം പറഞ്ഞ പോലെ റിട്ടയർ ലൈഫ് ഒരു ഉണ്ടെങ്കിൽ we would love to have you to host you in Wayanad. So thanks a lot, ma'am, and thank you for having this session, ma'am. Thank you so much. Thank you to the people of Wayanad also for accepting me, for giving me an opportunity. We are not perfect definitely, but നമുക്ക് നല്ല രീതിയിലെ കാര്യങ്ങൾ ചെയ്ത, നല്ല രീതിയിലെ ഒരു എഫേർട്ട് എടുത്ത, ആൻഡ് ദെൻ ട്രൈ ചെയ്ത ഒരു നല്ല ഫീലിങ്ങിനെ കൂടെയാണ് നാം പോകുന്നത്. താങ്ക് യു സോ മച്ച്. Okay.